السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ابتغي فيما آتاك الله الدار الآخرة، صدق الله العلي العظيم. أحب الناس إلى الله أنفعهم للناس، وأحب الأعمال إلى الله سرور تدخله على مسلم أو تكشف عنه كربه، صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، فكن معني من شد الحياة ومن شد الممات ومن إحراق جثماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. علموا أمة سيدنا محمد، اللهم صل وسلم وبارك عليه. سيدنا رسول الله صلى الله عليه وسلم തങ്ങളെ പ്രത്യേകമായ നോട്ടമുള്ള ജാവാണ് വെള്ളിയാഴ്ച ജാവ്. നല്ല സ്വലാത്തും മഹാന്മാരെ അനുസ്മരിച്ച മജ്ലിസാണ് ഞങ്ങളെ ഈ പവിത്രമായ മജ്ലിസ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇതൊക്കെ പ്രവർത്തിച്ച് ഓടി നടന്ന് സഹായിച്ച് സഹകരിച്ച് എല്ലാ ബാലക്കാർമാർ, ഹിരിയങ്ങ കിരിയങ്ങ ഉമ്മ പെങ്ങന്മാർ എല്ലാവർക്കും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ പോണ്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ധാരാളം നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ടുള്ള കാലത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഓരോ മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നല്ല നിഅമത്താണ് ഇക്കാലം അള്ളാഹു നമുക്ക് ധാരാളം തന്നത്. മുന്നത്തെ പോലെയല്ല ഈ കാലം. നല്ല നിഅമത്തുകൾ അനുഭവിക്കുകയുള്ള ആരോഗ്യവും അവസരവും സൗകര്യവും അള്ളാഹു തന്ന കാലത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. ഈ നിഅമത്തുകളെല്ലാം ഒരു ഭാഗത്തിൽ അനുഭവിക്കുമ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്തുകളെ മറന്നിട്ടുള്ളൊരു ജീവിതം നമുക്ക് ഉണ്ടായിക്കൂടാ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്താണ്ടിക്കട്ടെ. അള്ളാഹുയുടെ നിഅമത്തിൻ്റെ ಬಗ್ಗೆ നല്ല ഓർമ്മ നമുക്ക് വേണം. മഹാനായ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു, മഹാൻ ഏറ്റവും വലിയ ഒരു കാലത്തെ വായിദായിട്ടുണ്ട്. മഹാൻ ഹാറൂൺ റഷീദ് രാജാവുടെ കാലത്തിരുന്ന ഏറ്റവും വലിയൊരു വായിദാണ്. സുബ്ഹാനല്ലാഹ്, ഒരു നാൾ ഹാറൂൺ റഷീദ് രാജാവുടെ ആസ്ഥാനത്തേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഹാറൂൺ റഷീദ് വല്ലാണ്ട് താകായിട്ട് ഒരു ഗ്ലാസ് തന്നി ഇങ്ങനെ കുടിക്കുകയായിട്ട് ചുണ്ട മുട്ടിങ്ങനെ കൊമ്പുമ്പോൾ മഹാനായ ഇബ്നു സമ്മാഖ് റഹ്മഹുല്ലാഹ് ഹാറൂൺ റഷീദ് ചൊന്തു, രാജാവേ, ഈ ഒരു ഗ്ലാസ് തന്നിനാണ് നിങ്ങൾ കുടിക്കുക പൊട്ടില്ലെങ്കിൽ, ഇതിനാണ് നിങ്ങൾക്ക് തടഞ്ഞു വെച്ചെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ പകരം ഒരു ഗ്ലാസ് തന്നിയുടെ പകരം നക്ക് നിങ്ങൾ തറകുപോണ്ടേ? സമ്പൂർണമായ അധികാരം നൻ്റെ കയ്യിലുണ്ടുണ്ട് നിങ്ങൾ വരിക്കറു. ആ ഒരു ഗ്ലാസ് തന്നി നണ്ടതുണ്ട് വരിക്കറു. ആ ഒരു ഗ്ലാസ് തന്നി നിങ്ങൾക്ക് നാണ് കുടിക്കുക പൊട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ദാഹത്തിൽ പടച്ചോണ്ടിക്കുന്ന ടൈമിലും ഒരു തന്നിയും നിങ്ങൾക്ക് കിട്ടില്ല. ഈ ടൈമിലും ഒരു ഗ്ലാസ് തന്നിയുമായി നിങ്ങളെ മുന്നിലാണ് വന്നെങ്കിൽ, രാജാവേ, നിങ്ങനക്ക് എന്തിനാണ് ഇതിന് ബദലായിട്ട് തൻ്റെ? ഹാറൂൺ റഷീദ് വലിയ സ്വാലിഹായ ഒരു മനുഷ്യനാണ്. ഹാറൂൺ റഷീദ് ചൊല്ല രാജാവു ഇബ്നു സമ്മാഖ് റഹ്മഹുല്ലാഹ് ചൊല്ലു,
നാണ് ഈ ഒരു ഗ്ലാസ് തന്നി കിട്ടുകനായിട്ട് നന്റെ രാജാധികാരത്തെ പാതിഭാഗവും നിങ്ങുകുനാണ് ബിക്കട ചെന്നിട്ടു. ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു ചൊല്ലും, സുബ്ഹാനല്ലാഹ്, തെല്ല് നേരം കഴിഞ്ഞിട്ട് മഹാനായ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേൾക്കും, ഹാറൂൺ റഷീദ് രാജാവേ, ഈ ഒരു ഗ്ലാസ് നിങ്ങളെ ബൈത്തുക പോയാൽ പിന്നെ, ഈ തന്നി ബൈത്തുക പോയാൽ പിന്നെ നിങ്ങൾക്ക് വല്ലാണ്ട് മൂത്രം ഒട്ടിത്തുണ്ട് കണ്ടെങ്കിൽ, പക്ഷേ പലപ്പോഴും നിങ്ങൾ ടോയ്ലറ്റിക്ക് പോയിട്ട് ആ മൂത്രം പുറത്തു പോകണില്ല, എത്ര നോക്കിയെങ്കിലും പുറത്തു പോകണില്ല. എന്തെല്ലാം ഡോക്ടർമാരെ നിങ്ങൾ വിളിച്ചു കൂട്ടിയാർ, എന്തെല്ലാം മറന്നുക നിങ്ങൾക്ക് ഡോക്ടർമാർ സജസ്റ്റ് ആക്കിയാർ, പക്ഷേ ഒരു മറന്തും നിങ്ങൾക്ക് പിടിക്കാണ്ട് ബന്ധം. അവസാനം നിങ്ങൾ നണ്ടൊട്ടിക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊട്ടിക്ക് വന്നിട്ട് ഒരു ചെറിയ മാത്ര ചെന്നിട്ട് നാണ് ചൊന്നെ, രാജാവേ ഈ മാത്രനാണ് തന്നിട്ട് ഒരു വേള നിങ്ങളെ കെട്ടിനിക്കട ഈ മൂത്രം ഇത് പുറത്തു പോയില്ലാണ്ട് കണ്ടെങ്കിൽ നണ്ട എന്തും നിങ്ങൾക്കാക്കുള്ള പെർമിഷൻ നാൻ തന്നെ. ഒരു വേള ഈ ഒരു ചെറിയ ടാബ്ലറ്റ് നിങ്ങൾ കുടിച്ചിട്ട് കെട്ടിനിക്കട മൂത്രം പുറത്തു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ സമ്പൂർണമായ രാജാധികാരം, നിങ്ങളുടെ സ്വത്തും സമ്പത്തും നക്ക് തറകുറടിയുള്ളാറാ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു ചൊല്ല ഏറ്റവും വലിയ വാഇദ്, ആ മഹാന്റെ പലക്കം കേട്ട് ഹാറൂൺ റഷീദ് രാജാവ് ചെന്നുപോയിട്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നന്റെ സകല അധികാരവും ഈ കെട്ടിനിക്കട മൂത്രം വന്നു പോകുവാനായിട്ട് നിങ്ങൾ തൻ്റെ ചെറിയ ഗുളികക്ക് ഞാൻ തറകു റെഡി ചെന്നിട്ടാവുമ്പോ മഹാനായ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചെന്നു, രാജാവേ ഇതുപോലെയാണ് ദുനിയാവുടെ എല്ലാ നിഅമത്തും അധികാരവും അന്തസ്തും സ്ഥാനങ്ങളും മാനങ്ങളെയും അവസ്ഥ. ഒരു ഗ്ലാസ് തന്നിക്ക് പേനായിട്ട് പാതി അധികാരം പൊട്ടു തണ്ട് ചെന്ന നിങ്ങ ഒരു ചെറിയ ടാബ്ലറ്റ് പേനായി രണ്ട് ദുനിയാവുടെ സകല സമ്പത്തും തണ്ട് ചെന്ന നിങ്ങ ഒന്ന് ആലോചനാക്കി നോക്കൂ. ദുനിയാവുടെ ബല ഇത്രമേ അല്ലേ ഉള്ളേ? ഒരു ഗ്ലാസ് തന്നിയുടെ ബലയാണ് നിങ്ങൾ ഈ ദുനിയാവ് കെട്ടിയോണ്ടുള്ളേ. ഒരു ചെറിയ ടാബ്ലറ്റ് ബലയാണ് ഈ ദുനിയാവ് കെട്ടിയോണ്ടുള്ളേ. ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങൊന്നും ആലോചനാക്കി നോക്കുന്നു. അല്ലാഹു തആല എത്ര നാളാണ് ഞങ്ങൾ ദാഹിച്ച് പടക്കിற ടൈമിലും അല്ലാത്ത ടൈമിലും തന്നിബേനായ ടൈമിലെല്ലാം അല്ലാഹു വാരി കോരി ചൊരിച്ച് നമുക്ക് ധാരാളം തന്നിങ്ങും കുടിക്കും പ്രത്യേകമായ സാധനങ്ങൾ അല്ലാഹു തന്ന. എപ്പോഴെല്ലാം പൈക്കിട അപ്പോഴെല്ലാം തിന്നുകൊള്ള വ്യവസ്ഥകൾ അല്ലാഹു നമുക്ക് തന്ന. പക്ഷേ തിണ്ടൽ പിന്നമാ ആ രാജാവായ റബ്ബുടെ ಬಗ್ಗೆ ഒരു ഓർമ്മയാക്കിയിട്ട് അൽഹംദുലില്ലാഹില്ലദീ അത്അമനീഹി വസഖാനീ, നക്ക് എല്ലാ ആഹാരം തന്ന റബ്ബ്, നക്ക് തന്നി തന്ന റബ്ബ്, അവനു കാണി എല്ലാ സർവസ്തുതി ചൊല്ലുക മനുഷ്യ മറന്നുപോയോണ്ടുള്ള. അതേപോലെ ആ ആഹാരം ബൈത്തുക പോകലോടുകൂടെ, തന്നി ബൈത്തുക പോകലോടുകൂടെ ചിലത് ചോരയായി പോയിട്ട്, ചിലത് മജ്ജയായി പോയിട്ട്, ചിലത് ആവശ്യമായ കഫങ്ങായി പോയിട്ട്, ചിലത് വേണ്ടാത്തത് വേസ്റ്റേജിങ്ങായി പുറത്ത് പറകിങ്ങനെ നിൽക്കുമ്പോ അവിടെയുള്ള ഡൈജഷനും അമ്മതരെ പുറത്താക്കിടതും എല്ലാ ആരോഗ്യം തന്ന റബ്ബ്, ആ ആരോഗ്യമുള്ള മനുഷ്യ ഖലാഅ് പോയി പുറത്ത് പറമ്പോ ഒരു ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയല്ലദാ വഅഫാനീ. നന്റെ റബ്ബുകാണ് സർവസ്തുതി. നന്റെ തടിലുള്ള എല്ലാ മാലിന്യങ്ങമ്മവും പുറത്താക്കിയ, നന്റെ ആരോഗ്യം അല്ലാഹു സ്ഥിരപ്പെടുത്തി തന്ന ഈ റബ്ബുക്ക് സർവസ്തുതി ചൊല്ല അർത്ഥം പണ്ട് ഗുഫ്റാനക് അൽഹംദുലില്ലാഹില്ലദീ ചൊല്ല ദിക്ർ മനുഷ്യ മറന്നുപോയാ. ഓ മുഅ്മിനീങ്ങളെ, ഇത് ഒന്നാ നിഅമത്ത്, രണ്ടാ നിഅമത്ത്, ഇങ്ങനത്തെ കോടിക്കണക്കിലുള്ള നിഅമത്തിനെ അനുഭവിച്ചുകൊണ്ടില്ലേ? മഹാനായ ഇമാം ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ, മനുഷ്യക്ക് അല്ലാഹു ദുന്യവിയായ നിഅമത്ത് ധാരാളം കൊടുത്താ, ഉഖ്റവിയായ നിഅമത്ത് ചില ആളുമാർക്ക് മാത്രം കൊടുത്താ, ഈ രണ്ട് നിഅമത്തും അനുഭവിച്ചുകൊണ്ടുള്ള കൂട്ടമാണോ മുഅ്മിനീങ്ങളെ എന്നങ്ങ മഹാനായ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു ചൊല്ലുല്ലേ,
മനുഷ്യരുടെ പാർട്സ് ഇങ്ങനെ അവിടറു. ആ പാർട്സിലുള്ള ഓരോ ലിക്വിഡിലും പടച്ച റബ്ബ് നിഅമത്ത് വെച്ചില്ലേ. നിങ്ങൾ നോക്കൂ, ഞങ്ങളെ കണ്ണിടെ തന്നിയില്ലേ മുഅ്മിനീങ്ങളെ, ആ തന്നിയൊന്ന് പറ്റിപ്പോയെങ്കിൽ പിന്നെ കണ്ണുക്ക് ദൃഷ്ടിയുണ്ടാ, പിന്നെ കണ്ണുകൂടെ ബാളിക്ക ഉണ്ടാ. ഞങ്ങളെ നാവുങ്ങയില്ലേ, ആ നാവുടെ ലിക്വിഡുങ്ങയില്ലേ, ആ ലിക്വിഡുങ്ങ പറ്റിപ്പോയെങ്കിൽ പിന്നെ ആഹാരത്തിക്ക് ടേസ്റ്റ് ഉണ്ടാ, പിന്നെ എന്തെങ്കിലും തിന്നുകു സാധ്യമുണ്ടാ. ഞങ്ങളെ കാതിലുമില്ലേ ലിക്വിഡ്. ഓ മുഅ്മിനീങ്ങളെ, വെറും തന്നിങ്ങ മാത്രമാ പടച്ച റബ്ബ് പടച്ചേ. ആ കണ്ണിടെ തന്നിയുടെ ടേസ്റ്റ് പടച്ച റബ്ബ് ഉപ്പാക്കിയില്ലേ. ഞങ്ങളെ നാവുടെ തന്നിയുടെ ടേസ്റ്റ് ചപ്പയാക്കില്ലേ. ഞങ്ങളെ കാതിര തന്നിയാ സുബ്ഹാനല്ലാഹ് വല്ലാണ്ട് കൈപ്പാക്കില്ലേ. എന്തുകാണ് കണ്ണിടെ തന്നെ അല്ല ഉപ്പാക്കിയത്? ആ കണ്ണ് ഏറെ കാലം ബാളിക്ക പറഞ്ഞോണ്ട് കണ്ടെങ്കിൽ അവിടെ ഉപ്പ് ചൊല്ല സാധനം അഗത്യമാണ്. നിങ്ങൾ നോക്കൊരു സാധാരണ ഞങ്ങൾ ബേക്കറിയിൽ പോയി എടുക്കടെ ബട്ടറില്ലേ, വെണ്ണയില്ലേ, ആ വെണ്ണയുടെ സാധാരണ ഉപ്പ് മിക്സ് ആക്കിയിട്ടാണ് ബെക്കലുള്ള. എന്ത് കാണും? അത് ബെടക്കാവാണ്ടിക്കോ കാണും. അതുപോലെ നാവുടെ ടേസ്റ്റ് ഒരുവേള പടച്ചറബ് മധുരമാക്കിട്ടിന്നെങ്കിലാ ആ മധുരം മുറിങ്ങിയത് കൊണ്ട് പലപ്പോഴും നോമ്പ് മുറിയന്ത് മുഅ്മിനീങ്ങളെ. മാത്രമല്ല, ഒരു കാരത്തെ വസ്തു തിന്നുമ്പോ മധുരം അനുഭവപ്പെടുന്നത്, പുളി തിന്നുമ്പോ മധുരം അനുഭവപ്പെടുന്നത്, ഉപ്പ് തിന്നുമ്പം മധുരം അനുഭവപ്പെടുന്നത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഓരോ സാധനത്തെയും ടേസ്റ്റ് അതതുപോലെ മനസ്സിലാക്കുകയായിട്ട് ഞങ്ങൾ ആറും അപ്പുറം അർജി ഇടാണ്ട്, റിക്വസ്റ്റ് ലെറ്റർ ഇടാണ്ട് ഞങ്ങളെ അവിടെ തന്നെ പടച്ച റബ്ബ് ചപ്പാക്കി തന്നില്ലേ മുഅ്മിനീങ്ങളെ. ആ ചപ്പാക്കി തന്ന കാരണം കൊണ്ടല്ലേ ഞങ്ങൾക്ക് ചാട്സിന്റെ ടേസ്റ്റ് കിട്ടിയോണ്ടുള്ളേ, ഞങ്ങൾക്ക് ഫ്രൈഡ് ടേസ്റ്റ് കിട്ടിയോണ്ടുള്ളേ, ഞങ്ങൾക്ക് ജ്യൂസിന്റെ ടേസ്റ്റ് കിട്ടിയോണ്ടുള്ളേ. സുബ്ഹാനല്ലാഹ്, അപ്പുറത്തെ കാതൊന്ന് നോക്കൂ നിങ്ങ. ആ കാതുൽഗത്തെ തന്നെയാ വല്ലാത്ത കൈപ്പായ തന്നെയാണ്. ഈ മനുഷ്യരുടെ എല്ലാ സമയത്തും അശ്രദ്ധമായി ഓപ്പനായി കിടക്കുന്ന ഒരു ഡോറാണ് കാത്. ആ കാതിര ഭാഗ്യ മനുഷ്യ പലപ്പോഴും ശ്രദ്ധിക്കലില്ല. അത് കാറും പർത്തിവെച്ച് നടക്കലില്ല, അനഗത്യമായി പർത്തിവെച്ച് നടക്കലില്ല. എല്ലാ ടൈമും ഓപ്പനിക്കിടൊരു സാധനമാണ് കാത്. ഏത് ടൈമിലും കൊതുങ്ങ നൂലകുള്ള സാധ്യതയുണ്ട്, ഏത് ടൈമിലും എറുമ്പുക നൂലകുള്ള സാധ്യതയുണ്ട്. ഒരു വേള ആ കാതിര തന്നെ മധുരമായിട്ടിന്നെങ്കിലാ, അതെ ഞങ്ങളെ കാതിരുൾക പോയി എറുമ്പുക ഒരു പാലേസ് ഉണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കൊതുങ്ങ പോയി അവിടെ തെക്കുന്നത്, ഈ പെങ്ങ പോയി അവിടെ വാസസ്ഥലമാക്കുന്നത്. ആ കാതിര തന്നെ പടച്ച റബ്ബ് കൈപ്പാക്കിയ കാരണം കൊണ്ട് ഒരു ജീവിയും അവിടെ പോയി ബാക്കിയാവലില്ല. കാതുകൊരു എറുമ്പ് പോയിട്ടാവുമ്പോ, ഈ എൻതിര മുന്നിൽ പോയിട്ടാവുമ്പോ, ആ ഡോക്ടർ ഒന്ന് കാതിലുള്ള എറുമ്പ് പറുത്തെടുക്കുമ്പോ എല്ലാ മൃഗം ചത്തിട്ടായിട്ടാണ് കണ്ട. കാരണം അതിലുള്ള വല്ലാത്ത സ്മെല്ല് പടച്ച റബ്ബ് പടച്ച, അതിലുള്ള വല്ലാത്ത കൈപ്പ് പടച്ച റബ്ബ് പടച്ച. ഓ മുഅ്മിനീങ്ങളെ, ഈ അനുഭവിക്കുന്ന നിയമത്തുങ്ങളെ ಬಗ್ಗೆ ചോദ്യമില്ല, ചെന്ന് വേർച്ചിടാറാ. ഇല്ല ഇല്ല, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ല തന്ന ഓരോ നിഅമത്തിന്റെ ബഗ്ഗയും നാളെ പടച്ച റബ്ബ് കേക്കുകൊണ്ട്. ഹറാമങ്ങളിൽ കണ്ണ് യൂസാക്കിരണ്ട, ഹറാമങ്ങ തിന്നിടെ നാവാക്കിരണ്ട, ഹറാമങ്ങ കേക്കിടെ കാതാക്കിരണ്ട. അല്ലാഹു നമ്മ പൊറുത്തു തരട്ടെ. ഞങ്ങളെ കണ്ണുങ്ങം കാതുങ്ങം നാവുങ്ങം അല്ല പൊരുത്തപ്പെട്ട രീതിയിൽ ചെലവഴിക്കുള്ള ഭാഗ്യം അല്ല തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഈ നിഅമത്ത് നാട്ടി വലിയൊരു നിഅമത്തുണ്ട്. ആ നിഅമത്ത് ಬಗ್ಗೆ ഇമാമുൽ ഖുർതുബി റളിയല്ലാഹു അൻഹു പഠിപ്പാടി തന്നു. ആ നിഅമത്താണ് അൻ-നിഅമത്തുൽ ഉദ്മാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നഈമിനെ കുറിച്ചിട്ടുള്ള ചോദ്യം നാളെ ആഖിറത്തിൽ നിങ്ങളെ മുന്നിലുണ്ട് ചെന്നിട്ടാവുമ്പോ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചില്ലേ, ആ അന്നഈം വേറാരുമല്ല, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, ഈ ലോകത്തിൽ നബിതങ്ങളെ പോലൊരു നിഅമത്തുണ്ടാ? സ്വന്തം നബിതങ്ങൾ പോലും ചൊന്നില്ലേ, അന ഖാസിമുൻ വല്ലാഹു മുഅ്തി. നാണാണ് ഓതിയാക്കിടവണു, തണ്ടവണു റബ്ബാണ്. ആ പലക്കം പിടിച്ചിട്ടല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊന്നേ, ഫലം തുംസി ബിനാ നിഅമത്തുൻ ലഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. ഓ മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ കിട്ടിയ നിഅമത്തുണ്ടാ, ആരോഗ്യമുണ്ടാ, സമ്പത്തുണ്ടാ, നല്ല ജോബുണ്ടാ, നല്ല പള്ളിയും മദ്രസയും അവവും ഉണ്ടാ. ഓ മുഅ്മിനീങ്ങളെ, അതെല്ലാം കിട്ടുള്ള കാരണം മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ദീനിൽ എന്തെങ്കിലും നിഅമത്ത് കിട്ടിടാ വേണ്ടപ്പെടറൂ. സുബ്ഹാനല്ലാഹ്, ദുനിയാവുലാ ദീനിലാ ബണ്ട മുസീബത്ത് അല്ല ഞങ്ങളെ തൊട്ട് തടഞ്ഞിടാനാ എങ്കിൽ അതിക്കെല്ലാം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് നബിതങ്ങളെ പോലെ ഈ പണ്ട് എല്ലാ മനുഷ്യന്മാർക്കും നിഅമത്തുക്ക് കാരണമായ ഒരു വ്യക്തി വേറാരുമില്ല മുഅ്മിനീങ്ങളെ. അത് വല്ലാത്ത നിഅമത്താണ്. ആ നിഅമത്തിനെ കുറിച്ചുള്ള ചോദ്യം നാളെ ആഖിറത്തിലുണ്ട്. അല്ലാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാണ് ഓതിയാക്കിടവനാണ്, അല്ല തണ്ടവനാണ് ചെന്നപ്പാ സ്വഹാബത്ത് അതിനെ മനസ്സുകൊണ്ട് ഏറ്റെടുത്തില്ലേ? പിന്നെ വന്ന് അയിമ്മത്ത് മനസ്സുകൊണ്ട് ഏറ്റെടുത്തില്ലേ? ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീൻ അത് ഏറ്റെടുത്തില്ലേ? ഞാൻ കേക്കട്ടാ, സെൻട്രൽ ഗവൺമെന്റ് നമുക്കൊരു സാങ്ഷൻ പാസ്സാക്കിയിട്ട് കണ്ടെങ്കിൽ, നമുക്കൊരു എന്തെങ്കിലും പ്രോജക്റ്റ് പാസ്സാക്കിയിട്ട് കണ്ടെങ്കിൽ, ആ പ്രോജക്റ്റ് അതേ പഞ്ചായത്ത് മട്ടത്തിലുള്ളത് കണ്ടെങ്കിൽ ഞങ്ങൾ ആരും പോയി സെൻട്രൽ ഗവൺമെന്റ് റിക്വസ്റ്റ് ഇടലില്ലല്ലേ? നേരെ പോണ്ടേ പഞ്ചായത്തുകല്ലേ? താലൂക്ക് മട്ടത്ത് കണ്ടെങ്കിൽ നേരെ പോണ്ടത് താലൂക്ക് ഓഫീസുകല്ലേ? ഇതുപോലെയല്ലേ മുഅ്മിനീങ്ങളെ? തണ്ടോണ് റബ്ബായെങ്കിലും ഓതിയാക്കിടത് നബിതങ്ങളായതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും എത്തിപ്പെട്ടത് അഭയമായി കാണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ? അതുകൊണ്ടാണ് സ്വഹാബത്തായ എല്ലാ സ്വഹാബത്തും ഞങ്ങളെ കഷ്ടങ്ങൾ പറയുമ്പോ നേരെ ഓടിയോണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്ത് കാണും. ഞങ്ങളെ വിശ്വാസം യന്ത്രവിശ്വാസമാണ്. നബി തങ്ങൾ യന്ത്ര തണ്ടെങ്കിലും യഥാർത്ഥത്തിൽ തണ്ടോണു അല്ലാഹുവാൻ. ആ പവർ അല്ലാഹു നബി തങ്ങ കൊടുത്തുറാജുള്ള വിശ്വാസത്തിലാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ സ്വഹാബത്തും പോയി എത്തിപ്പെട്ടോണ്ടിന്നേ. ഏതുവരെ സ്വഹാബത്ത് കേട്ടില്ലേ മുഅ്മിനീങ്ങളെ? മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ജാമന്ത നബിതങ്ങുള്ള ഉളൂടെ തന്നെ കൊടുത്തിട്ടാവുമ്പോ വല്ലാത്ത കുസിൽ നബിതങ്ങൾ കേട്ടില്ലേ? സല്ലിയ റബീഅ, വേണ്ടതെല്ലാം കേക്ക് റബീഅ. നേരെ കേട്ടത് ദുനിയാവല്ല, സമ്പത്തല്ല, പിന്നെ കേട്ടത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, ദുനിയാവുൽ തങ്ങളെ കൂടെ ഉള്ളതുപോലെ ആഖിറത്തിലും സ്വർഗത്തിലും നിങ്ങളെ കൂടെ നിൽക്കുകയാണെന്നാണ് പേടിക്കേട്ടോണ്ടുള്ളേ. അല്ലാ, എന്തൊരു ക്വസ്റ്റനാണത്, എന്തൊരു ഉത്തരമാണതേ. ആ മഹാന്മാരായ സ്വഹാബത്തിനെ കേട്ടേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുടു ചൊല്ല ധൈര്യമുള്ളത് കൊണ്ടല്ലേ റബീഅ റളിയല്ലാഹു അൻഹു കേട്ടേ. ആ പരമ്പരയിലല്ലേ സുന്നത്ത് ജമാഅത്ത് ഉണ്ടുമുള്ളേ. സുബ്ഹാനല്ലാഹ്. പലരും ഞങ്ങളെ ശിർക്കാക്കുള്ള പ്രയത്നം നടത്തിയാറ്, പലരും ഞങ്ങൾ തൗഹീദിലില്ല ചെന്നു നടന്നാറ്. എന്തിക ചൊല്ലണോ, ഈ ഉമ്മത്തിൽ പണ്ട് ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങ കാഫിർ ചെന്നിട്ട് ഫത്വ പോലും കൊടുത്തില്ലേ. എന്തുകൊണ്ടാണ്? നബിതങ്ങളൊട്ടിക്ക് കേക്കിറാറ് ചൊല്ലൊരു കാരണം കൊണ്ടല്ലേ. എങ്കിൽ സ്വഹാബത്തായ സകല സ്വഹാബത്തും കാഫിറാവണ്ടേ. മഅദല്ലാഹ്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഒരു ആദർശമുണ്ട്. അത് ഇന്നലെ തുടങ്ങിയ ആദർശമല്ല. അത് അഹ്ലുസുന്ന ചൊന്നെങ്കിൽ സുന്നത്ത് റസൂലില്ലാഹിയാണ്, ജമാഅ ചൊന്നെങ്കിൽ ജമാഅത്തു സ്വഹാബയാണ്. സ്വഹാബത്ത് ചൊല്ലിയ പ്രസ്ഥാനത്തെ ആദർശമാണ്. അല്ലാഹു ഞങ്ങളെ മരിക്കട കാലത്തോറും അതിൽ നിലനിപ്പാട്ടി തരട്ടെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസിങ് റിപ്പോർട്ടാക്കി തന്നെ മഹാനല്ലേ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ മുന്നിൽ വന്ന് ചൊന്നില്ല, നബിയേ വല്ലാത്ത മറവിനെ കൊണ്ട് നബിയേ ഒരു പരിഹാരം തരണു നബിയേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുടെ നെഞ്ഞിക്ക് കൈവച്ചിട്ട് ചൊന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇനി അബൂ ഹുറൈറക്ക് മറവി വേണ്ട, ജീവിതകാലത്തിൽ മാത്രമാണ് നബിതങ്ങൾ സഹായിക്കടേ, പിന്നെയും നബിതങ്ങൾ സഹായിക്കില്ലേ മുഅ്മിനീങ്ങളെ. ഹയാത്തി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും. നന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, മരണപ്പെട്ടെങ്കിലും ആ ഖൈർ മുറിയുകില്ല, പിന്നെയും അത് കിട്ടുകയുള്ളതാണ്. അതുകൊണ്ടാണ് മലയില്ലാത്ത ടൈമിൽ പോയി എല്ലാ സ്വഹാബത്തും നബിതങ്ങളെ ഹദ്റത്തിൽ പോയി, നബിയേ മലങ്ങില്ലാണ്ട് ക്ഷമം വന്നു പോയിട്ട് നബിയേ മല തറണു നബിയേ ചെന്നിട്ട് ദുആർന്നേ. എവിടെയാണ് ദുആർക്കിടേ? നബിതങ്ങളെ ഖബറ മുന്നിൽ നിന്നിട്ടാണ് ദുആർക്കിടേ, അല്ലാഹുടെ മുട്ടാണ് ദുആർക്കിടേ. മുഅ്മിനീങ്ങളെ, മഹാന്മാരെ ഖബറുക വല്ലാത്ത മഹത്വമില്ലേ? സാധാരണ ഒരു മുഅ്മിനായ മനുഷ്യരുടെ ഖബറുകെ മഹത്വമില്ലേ? അതേ ഖബറുൽ മുഅ്മിനി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഞങ്ങളെ ഈ റായത്തിൽ എത്ര ആൾമാരാണ് മരണപ്പെട്ടു പോയിടേ. അതിൽ ഈ പള്ളിക്ക് പ്രവർത്തിച്ചങ്ങയില്ലേ, മദ്രസത്തുക്ക് പ്രവർത്തിച്ചങ്ങയില്ലേ, നല്ല നല്ല ഒരു ജനറേഷന്റെ ഉണ്ടാക്കിപ്പോയ ആൾമാരില്ലേ. ഓ മുഅ്മിനീങ്ങളെ, അങ്ങളെ ഖബറുങ്ങ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോട്ടത്തിൽപ്പെട്ടൊരു സ്വർഗമാണ് ചെന്ന് പരിചയപ്പെടുത്തി തന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാമാന്യമായ മുഅ്മിന്റെ ഖബറിന് ഇത്രയും മഹത്വമുണ്ടെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, അംബിയാടെ ഖബറുടെ മഹത്വം എത്ര, ഔലിയാടെ ഖബറുടെ മഹത്വം എത്ര. സുബ്ഹാനല്ലാഹ്. അവിടെയെല്ലാം റഹ്മത്തുകളെ നിറഞ്ഞു നിൽക്കടേ. പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ಬಗ್ಗೆ പഠിപ്പാട്ടി തന്നില്ലേ. ബാറക്നാ ഹൗലാ മസ്ജിദുൽ അഖ്സായുടെ ചുറ്റുഭാഗത്തിൽ ഞങ്ങ ബറക്കത്ത് നിറച്ചിടാ. എന്തിനാണ് ആ ബറക്കത്ത്? മഹാന്മാർ തഫ്സീർ എഴുതില്ലേ, ബിഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാ. അംബിയായുടെ ഖബറാണ് അവിടെ ഉള്ളേ, ഔലിയായുടെ ഖബറാണ് അവിടെ ഉള്ളേ. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സാത്തെ പരിസരത്തിൽ വല്ലാത്ത ബറക്കത്താൻ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ നിഅമത്ത്, ആ നിഅമത്ത് നിലനിൽക്കട ഖബറ് എന്തൊരു മഹത്വമാണ്, ആ മദീനത്ത് എന്തൊരു മഹത്വമാണ്, അവിടെയുള്ള മണ്ണ് എന്തൊരു മഹത്വമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ടല്ലേ പിന്നെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹാ നബി തങ്ങളൊട്ടിಗೆ സഹായം തേടിയിട്ടുള്ള ഖസീദത്തുൻ നുഅ്മാനിയ എഴുതില്ലേ. ഖസീദത്തുൻ നുഅ്മാനിയ, അതിൽ നബി തങ്ങളുടെ സഹായം കേട്ടില്ലേ. പിന്നെ വന്ന ശാഫഈ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിസ്കരിച്ച, അസർ നിസ്കരിച്ച, ളുഹുർ നിസ്കരിച്ച, മഗ്രിബും ഇശാഉം നിസ്കരിച്ച ഈ എല്ലാ നിസ്കാരങ്ങളും ശാഫഈ ഇമാം പഠിപ്പാട്ടിയതുപോലെയല്ലേ ഞങ്ങൾ നിസ്കരിച്ച മുഅ്മിനീങ്ങളെ. ആ ശാഫഈ ഇമാം
അതേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ ഖബർ ഇടയ്ക്കിടയ്ക്ക് സിയാറത്താക്കിയിട്ട് തവസ്സുലാക്കി ദുആർക്കലില്ലേ? അല്ലാഹുട്ട ദുആർക്കലില്ലേ? എന്നിട്ട് മഹാനായ ഷാഫി ഇമാം ചൊല്ലു, നന്റെ പല ആവശ്യങ്ങൾ പറയുമ്പോ നന്റെ അകത്യങ്ങ പറയുമ്പോ നന്റെ ടെൻഷനുങ്ങ ഇല്ലാണ്ടാവൂ. ഞാൻ നേരെ പോയിട്ടിന്റെ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുയുടെ ഖബറിന്റെ മുട്ടാണ്. എന്നിട്ട് അവിടെയാണ് ഞാൻ അല്ലാഹുട്ട ദുആർക്കടെ പുറത്ത് വന്നിട്ട് കൊറിയ മിനിറ്റുങ്ങ തീരുമ്പോ നന്റെ ആവശ്യങ്ങൾ തീർത്ത് കിട്ടിയോണ്ടിന്ത് അല്ലാഹു തീർത്തന്നോണ്ടിന്ന. സുബ്ഹാനല്ലാഹ്. പിന്നെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബുടെ ഇമാമല്ലേ? സുബ്ഹാനല്ലാഹ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഹജ്ജിക്ക് പോണ്ട നേരാ അതേ പോണ്ട തെരു തപ്പി പോയിട്ട് തെരു തപ്പി പോകുമ്പോ മഹാനൊരു ദിക്ർ ചൊന്നില്ലേ? അത് നബിതങ്ങൾ പടിപാട്ടിയ ദിക്റല്ലേ? യാ ഇബാദല്ലാഹി അഈനുനി, നന്റെ അല്ലാഹുടെ അടിമകളെ നക്ക് തെരു തപ്പി പോയിട്ട് നണ്ടെന്ന് സഹായിക്കറൂ. ആരാരുമില്ലാത്ത മറുഭൂമിയിലാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഒരു ദിക്ർ ചൊന്നുകൊണ്ടുള്ള യാ ഇബാദല്ലാഹി അഈനുനി. സാധാരണ ഒരു സഫർ പോകുമ്പോ യാത്ര പോകുമ്പോ ചിലപ്പോ തെറുതപ്പെടേണ്ടുണ്ട്. തെറുതപ്പിട്ട് ഏതെല്ലാം കാട് എത്തേണ്ടുണ്ട് അവിടെ എല്ലാം രക്ഷപ്പെടുക മഹാന്മാർ നിർദ്ദേശിച്ച ദിക്റാണ് യാ ഇബാദല്ലാഹി അഈനുനി. അല്ലാഹുവിന്റെ അടിമകളെ, എത്ര ആത്മാവാനുള്ളേ, എത്ര സ്വാലിഹീങ്ങളെ റൂഹങ്ങാനുള്ളേ, എത്ര മലായിക്കത്താനുള്ളേ, ഞങ്ങളെ സഹായിക്കുക. അല്ലാഹ് പ്രൊട്ടക്ഷൻ ആക്കുകയായിട്ട് വെച്ചിട്ടില്ലേ? അവിടെ അഈനുനി ഞങ്ങളെ സഹായിക്കുക ചെന്നെങ്കിൽ സഹായം നമുക്ക് കിട്ടിപ്പോണ്ടുണ്ടാണ് ഇസ്ലാമുടെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഈ പാരമ്പര്യമുള്ളേ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവാണ് അതുക്കുള്ള റോൾ മോഡൽ. സുബ്ഹാനല്ലാഹ്. ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ സ്വഹീഹായ കിതാബ് ഞങ്ങോ എഴുതി തന്നെ മഹാനല്ലേ? സ്വഹീഹുൽ ബുഖാരി. മഹാന്റെ ഇനൊരു കിതാബല്ല അൽ അദബുൽ മുഫ്റദ്. സുബ്ഹാനല്ലാഹ്. അതിലൊരു ബാബേ മഹാൻ കൊമന്നില്ലേ? ഒരാള് കാല് ജാരി പൊള്ളുകൊണ്ട് കണ്ടെങ്കിൽ അയാൾ ചൊല്ലുവനായ ദിക്റെന്തരേ? ഒരാളെ കാല് നമ്പലാവുകൊണ്ട് കണ്ടെങ്കിൽ അയാൾ ചൊല്ലുവനായ ദിക്റെന്തരേ? അതേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ സുബ്ഹാനല്ലാഹ് വല്ലാട്ട കാൽനമ്പലത്തിൽ പടക്കുമ്പോ മുട്ട ഉള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നിർദ്ദേശിച്ചില്ലേ? യാ അബ്ദല്ലാഹ് ഉദ്കുർ അഹബ്ബന്നാസ്, നിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ നീ ഒന്ന് വിളിച്ചു നോക്കൂ. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി തങ്ങളുടെ വഫാത്തിൽ പിന്നെയാണ് ഈ സംഭവം. യാ മുഹമ്മദ് ചെന്ന് വിളിച്ചില്ലേ മുഅ്മിനീങ്ങളെ? അതോടുകൂടെ മഹാന്റെ കാൽനമ്പലം സുമറായി പോയില്ലേ? ഈ ലോകത്തിൽ ഏത് മനുഷ്യ ഏത് മൂലൽ നിന്നിട്ട് കേട്ടെങ്കിലും മദീനത്തിಗೆ പോണോണ്ടുണ്ടാ മുഅ്മിനീങ്ങളെ? ഈ ഗോളിപ്പടുപ്പിൽ നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഒന്ന് മനസ്സറിഞ്ഞ് മനസ്സ് പൊട്ടി വിളിച്ചെങ്കിൽ ഉത്തരം തന്റെ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ഖിയാമത്ത് നാല് തോലും ഞങ്ങൾ കിട്ടപോണ്ട സകല നിഅമത്തിനും കാരണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ അർസൽനാക ഷാഹിദൻ വബശ്ശിറൻ വനദീറാ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുവഖിറൂഹു വതുഅസ്സിറൂഹു. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവ് കടത്തിയതിരെ അകത്യങ്ങ പടിപ്പാട്ടിത്തന്ന്, എന്നിട്ട് നമുക്കതിരെ ബാധ്യതങ്ങം പടിപ്പാട്ടിത്തന്ന്. അല്ലാഹുടെ റസൂൽ നമുക്ക് വന്നത് ഷാഹിദൻ മുബശ്ശിറൻ വനദീറാ, ഞങ്ങളെ എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഗുഡ് ന്യൂസ് തന്റെ ആളായിട്ടാണ്. വനദീറാ, വാർണിംഗ് തന്റെ ആളായിട്ടാണ്. ഇങ്ങനെ ആക്കെങ്കിൽ സ്വർഗമുണ്ടു, ഇങ്ങനെ ആക്കെങ്കിൽ നരകമുണ്ടു. ഇതര ആളായിട്ടാണ് നബിതങ്ങൾ വന്നരേ. എന്നിട്ടോ ഖുർആൻ ചൊല്ലു, ഇങ്ങനൊരു പടിപ്പാട്ടി തന്റെ ആളുള്ളത് കൊണ്ടിട്ടല്ലേ നിങ്ങൾ നല്ല തെറുക്ക് പോകൂ. കാരണമാവിടെ ആ നല്ല തെറുക്കാട്ടി തന്ന ഒരാളൊട്ടിക്ക് നിങ്ങൾക്ക് ശുക്ർ വേണ്ടേ? ഓ മുഅ്മിനീങ്ങളെ, തെറിലിങ്ങനെ പോയോണ്ടിങ്കുമ്പോ റായത്തെ തെറു തപ്പിത്തുണ്ട് കണ്ടെങ്കിൽ ആ തെറുകാട്ടി തന്ന ആളൊട്ടിക്ക് എന്തൊരു നന്ദിയാണ് നോക്കിക്കിടെ.
സുബ്ഹാനല്ലാഹ്. ഒന്നും കാണാത്ത ജാവു, ആരുമില്ലാത്ത ജാവു, ഒരാളൊന്ന് ലൈറ്റ് പിടിച്ച് തന്നിട്ട് നമ്മ തെരു കാട്ടി തന്നെങ്കിലാ, ഞങ്ങളെ ഗാഡി ബടക്കായ ഗാഡിയൊന്ന് ശരിയാക്കി തന്നെങ്കിലാ, അപ്പോഴുള്ള സന്തോഷം എത്ര മുഅ്മിനീങ്ങളെ. എങ്കിൽ കേക്കട്ടാ, എല്ലാരും ചിമ്മിൽ മുങ്ങി കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലെ റഹ്മത്തുൽ ലിൽ ആലമീൻ ഈ ലോകത്ത് കടന്നു വന്നിട്ട് സരിയും തപ്പുങ്ങം നമ്മ പടിപാടിത്തണ്ടേ. ആ പടിപാട്ടി തന്ന നേതാവില്ലേ മോമിനിങ്ങളെ, ആ നേതാവിട്ടൊരു ബാധ്യത ഖുർആൻ അങ്ങ് പടിപാട്ടി തന്നു. ഒന്നാമത്തെ ബാധ്യതയാണ് ആ നേതാവുടെ ಬಗ್ಗೆ നല്ല വിശ്വാസം നിങ്ങൾക്ക് വേണു, ഈമാൻ നിങ്ങൾക്ക് വേണു. അല്ലാഹു നമുക്ക് തന്നറ അൽഹംദുലില്ലാഹ്. ലോകത്ത് എത്ര കോട്ടി കൊടുത്തെങ്കിലും ഈ ദുനിയാവേ വിക്കട ചെന്നെങ്കിലും ഞങ്ങൾ ആരും ഈമാൻ വിട്ടുകൊടുക്കുക റെഡിയല്ല. നമുക്കെല്ലാവർക്കും കൊന്തുള്ളതാണ് അൽ മൗത്തു ഹഖുൻ, ഇണ്ടല്ല നാളെ മരിക്കുള്ള കാണുന്നങ്ങ. ദുനിയാവിടെ ആരും എടുത്തോണ്ട് പോകില്ല, വിടറു ഒരു രൂപ പോലും പിടിച്ചോണ്ട് പോകില്ല. ഒരു ATM കാർഡ് പോലും വർക്കാവാത്ത ജാഗത്ത് കാണു പോണ്ടേ, ഒരു നെറ്റ്വർക്കും വലിക്കാത്ത ജാഗത്ത് കാണുന്നങ്ങ പോണ്ടേ. പിന്നെന്ത് കാണു ദുനിയാവ്, ദുനിയാവിടെ കൊണ്ട് എന്ത് കാര്യമാണ്? സുബ്ഹാനല്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള ഈമാൻ പടച്ച റബ്ബ് നമുക്ക് കേൾക്കാണ്ട് തന്നില്ലേ? എന്തൊരു നിഅമത്താണ് പടച്ച റബ്ബ് തന്നേ. അല്ലാ നീ ദായിമാക്കി തരണു അല്ലാ, മരിക്കുമ്പോ ഈമാൻ സലാമത്താക്കി തരണു അല്ലാ. മുഅ്മിനീങ്ങളെ, ഖുർആൻ രണ്ടാമത്തെ ബാധ്യത നമ്മ പടിപാടി തന്ത് ലിതുവഖിറൂഹു വതുഅസ്സിറൂഹു. ആ നബിയുടെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കണു, ആ നബിയുടെ നിങ്ങൾ വല്ലാണ്ട് സഹായിക്കണു. എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ബഹുമാനിക്കുവാനായത്? അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പടിപാടി തന്നില്ലേ? ഓ മുഅ്മിനീങ്ങളെ, ഇന്ന സ്വലാത്ത അലൈഹി തുസഹിലുൽ മുറൂറ അലസ്സിറാത്ത് വതജ്അലു ദുആ മുസ്തജാബാ. നബിതങ്ങളെ ബഹുമാനിക്കട ഭാഗമാണ് മുഅ്മിനീങ്ങളെ. ആ നബിതങ്ങളെ മേൽ വല്ലാണ്ട സ്വലാത്ത് ചൊല്ലത്. നിങ്ങൾ ദലായിലുൽ ഖൈറാത്ത് തുടക്ക പേജ് ഒന്ന് എടുത്തു നോക്കൂ. ഒരു സ്വലാത്ത് ചൊന്നെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യ കിട്ടത് 40 ഗുണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഗുണം അവന്റെ ദോഷങ്ങ പൊറുക്കുടതാണ്, അവന്റെ ദോഷങ്ങ പൊറുക്കുടതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നമാ അവന്റെ ഹസനാത്ത് ഇല്ലേ, ഒരു ഹസനത്ത് ചൊന്നെങ്കിൽ അതിൽ ഹജ്ജും പെട്ടില്ലേ മുഅ്മിനീങ്ങളെ? ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ 10 ഹസനത്ത് ആണ് അല്ലാഹു തണ്ടേ. സുബ്ഹാനല്ലാഹ്. തീന്താ മൂന്നാമത്തെ പ്രതിഫലമായി മഹാന്മാർ ചൊന്നുല്ലേ, ഞങ്ങളെ മക്കങ്ങ നല്ലായി നോക്കറിയാട്ടെ നല്ലായി ഭണ്ഡാർ സ്വലാത്ത് ചൊല്ലെ പവറ് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. നാലാമത്തത് ചൊന്നുല്ലേ, ജീവിതത്തിൽ ദാരിദ്ര്യം സമ്പൂർണമായി അല്ലാഹു ഇല്ലാണ്ടാക്കിടാ. അഞ്ചാമത്തെ ഫലമായി ചൊന്നുല്ലേ, ഞങ്ങളെ ഖൽബ് അല്ലാഹു ശുദ്ധിയാക്കി തണ്ടാ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചൊന്തു, ഓ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്തില്ലേ, ആ സ്വലാത്ത് ഒരു മുഅ്മിനായ മനുഷ്യകു തുസഹിലുൽ മുറൂറ അലസ്സിറാത്ത്. അതേ അല്ലാഹുവിന്റെ റസൂല് പടിപാടി തന്ന സിറാത്ത് ചൊല്ലെ ബ്രിഡ്ജില്ലേ, അത് സ്വർഗത്ത് കണക്റ്റാക്കിയ ബ്രിഡ്ജാണ്. അതൊരു അടിഭാഗം ജഹന്നമാണ്. ആ ബ്രിഡ്ജിലെ പടിപാടി തറുമ്പ നബിതങ്ങൾ പടിപാടി തന്നത് അതക്കുമിനശാരീ, മനുഷ്യയുടെ മുടിയിടാണ്ടി വല്ലാണ്ട് സപൂറായ ബ്രിഡ്ജാണത്. സുബ്ഹാനല്ലാഹ്. തീന്ത അവിടെ ചാക്കിടാണ്ടി വല്ലാണ്ട് മൂർച്ച ഉള്ള ബ്രിഡ്ജാണത്. കാല് വെച്ചെങ്കിൽ കാല് മുറിഞ്ഞു പോവു, നടക്കുക ഒരുപോലെ ഒരു നിലക്കും സാധിക്കല. ആ സിറാത്ത് പാലൽ മിന്നൽ വേഗത്തിൽ വിട്ടുപോണാനങ്ങ ഒരു പാരൽ പാരി സ്വർഗത്ത് വന്ന് കടക്കണ. എങ്കിൽ സ്വലാത്ത് ചൊല്ലറു ചെന്നിട്ട് നിർദ്ദേശിച്ചത് സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് മഹാൻ ചൊന്നുല്ലേ, വതജ്അലു ദുആ മുസ്തജാബാ. ആ സ്വലാത്തിനെ വല്ലാത്തൊരു മഹത്വമാണ്. ഞങ്ങൾ സ്വലാത്ത് ചെന്ന് ദുആർക്കുമ്പോ ആ ദുആക്ക് അല്ലാഹു ഉത്തരം തണ്ടാ.
ഏത് ദുആർക്കുമ്പോ ഒരു കണ്ടീഷൻ ഇല്ലേ മുഅ്മിനീങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടൂ. ആ ദുആത്തെ തുടക്കത്തിൽ അൽഹംദുലില്ലാ വേണു. ആ ദുആത്തെ തുടക്കത്തിൽ പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് ചൊല്ല സ്വലാത്ത് വേണു. അവസാനം അങ്ങനെമേ ഉണ്ടാക്കണോ. ഈ എൻഡിങ്ങും തുടക്കം ഇതുപോലെ ഇന്നെങ്കിലേ ദുആക്ക് ഉത്തരം കിട്ടു എന്നിട്ടു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകാണ് തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലേ? വെറുതെയല്ല. സ്വലാത്ത് ചൊന്നെങ്കിൽ ആ സ്വലാത്ത് കബൂലാവുടെ ചൊല്ലേക്ക് ഒരു സംശയവുമില്ല. ദുനിയാവിൽ സ്വീകരിക്കപ്പെട്ട ഒരു ഇബാദത്ത് എന്നിട്ടു ഞങ്ങൾക്ക് ഉറപ്പിക്കുക സാധ്യ അവിടെ ഒറ്റ ഇബാദത്തേ ഉള്ളൂ, അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ചെന്നിട്ട് ദുആർന്ന ദുആ സ്വലാത്ത് അല്ലാഹു സ്വീകരിച്ചാണ്ട് കണ്ടെങ്കിൽ പിന്നുള്ള ദുആ സ്വീകരിക്കാണ്ടിക്കിടത് അല്ലാഹുടെ സ്ഥാനത്തൊട്ടിക്ക് യോജിക്കിടതല്ല. പാതി ദുആ ഉത്തരം തണ്ടേ, പാതി ദുആ ഉത്തരം തരാണ്ടിക്കിടെ ഇങ്ങനത്തെ ബഖീലല്ല അല്ലാഹു. ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുമ്പോ അതിന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തുണ്ടാ എങ്കിൽ ആ ഹംദും സ്വലാത്തുള്ള സകല ദുആത്തുക്കും ഉത്തരമുണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ചിലത് പട്ട കിട്ടു, ചിലത് സ്ലോ ആവുള്ളൂ, ചിലത് ആഖിറത്തിൽ കിട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി. ആഖിറത്തിൽ മാത്രം അത് കിട്ടിത്തുണ്ട് കണ്ടെങ്കിൽ അവിടെ ആൽമാർ ചൊന്നു പോവാറ് ദുനിയാവൊരു ഉത്തരം കിട്ടാണ്ടെന്നെങ്കിൽ ഭാരം നല്ലിന്ത് പോവാ എല്ലാ ആഖിറത്തിലെ കിട്ടന്ത് അത്രമാത്രം ഫലമാണ് അത് അത്തുകൊള്ളേ. അൽഹംദുലില്ലാ ഞങ്ങളെ സദസ്സ് ഈ റായത്തെയും ടോട്ടലി ഞങ്ങളെ ദക്ഷിണ കന്നഡ ജില്ലയും ഉടുപ്പി ജില്ലയും കർണാടകത്തെ അഹ്ലുസുന്ന വൽ ജമാഅത്തിലെ മോമിനീങ്ങും മോമിനാത്തും വലിയ തനലും ആശാകേന്ദ്രവും വലിയ സഹകാരിയുമായിട്ടുള്ള ഞങ്ങൾ അബ്ദുൽ ലത്തീഫാക്ക ഗുരുപ്പുറ ഇവിടെ എത്തിയോണ്ടുണ്ടോ. അള്ളാഹു അയാൾക്ക് ബർക്കത്താക്കട്ടെ. അയാളുടെ ജീവിതത്തിലും ബിസിനസ്സിലും വലിയ ഇസ്സത്ത് അള്ളാഹു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ ഞങ്ങളെ സദസ്സ് അയാൾ വന്നുകൊണ്ടുണ്ടു. അള്ളാഹു തആല അയാൾക്ക് ഹിമ്മത്തും ദീനി ഖിദ്മാത്തുള്ള നല്ല ഭാഗ്യവും ഇനിയും ഇനിയും കൊടുത്ത് അനുഗ്രഹിക്കും. അൽഹംദുലില്ലാ. പ്രസംഗം പിന്നെ കണ്ടിന്യൂ ആക്കാം. അൽഹംദുലില്ലാ ഞങ്ങളെ ഓളി പഠിപ്പിച്ചുള്ള ഈ റായ ദീനുകും സുന്നത്ത് ജമാഅത്തുകും നല്ലൊരു പേര് കേട്ട റായാണ്. നല്ല മോമിനിങ്ങാനോടുള്ളേ കാണുമ്പോൾ അത് കൊന്തോടും. നിങ്ങളെ വേഷത്തിലും നിങ്ങളെ സ്വഭാവത്തിലും നിങ്ങളെ ഇരുത്തത്തിലും നിങ്ങളെ ആവേശത്തിലും ഇസ്ലാമും സുന്നത്ത് ജമാഅത്തുമായിട്ടുള്ള ബന്ധം അത് അള്ളാഹു കാട്ടി തന്നോണ്ടുള്ള. അള്ളാഹു ഇത് ഖിയാമന്നാരത്തോലെ നിർത്തി തരട്ടെ. കുറേ ഉമ്മമാരും വാളുകയൊക്കെ വന്നതാണ് ഈ മജ്ലിസ്. അൽഹംദുലില്ലാ എല്ലാ നിലക്കും അള്ളാഹുടെ റസൂലും അള്ളാഹും പൊരുത്തപ്പെട്ട നിലക്കാണ് ഇതുവരെ നടന്നു വന്ന്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. പിന്നെ അള്ളാഹുടെ റസൂലിന്റെ മദ്ഹും അസ്ഹാബുൽ ബദറിന്റെ മദ്ഹും അങ്ങനെ പേരെല്ലാം ചൊന്ന മജ്ലിസാണ്. ഈ മജ്ലിസിൽ വെച്ചിട്ട് ലത്തീഫാക്കട്ടെ ഈ റായത്തങ്ങളെ പരമായിട്ട് ഒരു റിക്വസ്റ്റ് ഞാൻ ആക്കിക്കൊണ്ടുള്ളത്. വലിയ നിങ്ങ സോഷ്യൽ വർക്കറാണ്. ആറ് വന്നെങ്കിലും അങ്ങനെ ഹായിബാക്കാണ്ട കടുത്ത ഒരാളാണ്. അല്ലാഹു ധാരാളം നിഅമത്ത് പലർക്കും കൊടുത്തു. അല്ലാഹു ധാരാളം നിഅമത്ത് പലർക്കും കൊടുത്തുറാ. പക്ഷെ കൊടുത്തവിടെല്ലാം അല്ലാഹു ഖുർആനിൽ ചെന്ന് റബ്ബുതഖി മാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിക്ക് തന്നതിൽ നീ ആഖിറം സമ്പാദിക്കുള്ള പ്രയത്നം നടത്തുന്നുണ്ടാണ്. അൽഹംദുലില്ലാ. കുറേ ആരോഗ്യം കിട്ടിയ ബാലക്കാർമാർ അങ്ങനെ ആരോഗ്യം നല്ല ഈ സംഘടനയ്ക്ക് വേനായിട്ട് നയിക്കുകയും പ്രവർത്തിക്കുകയും റായത്തെ ഒന്നാക്കുകയായിട്ടാണ് അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ. ചില ആൾമാർക്ക് നല്ല സമ്പത്ത് അള്ളാഹു കൊടുക്കണം. ആ സമ്പത്ത് കൊണ്ട് നരകത്തുക പോയ എത്രമാ ആൽമാരുള്ളാറ്. കാറൂന്റെ പോലത്തെ, ഫിർഔന്റെ പോലത്തെ, ഹാമാന്റെ പോലത്തെ വലിയ വലിയ ആൽമാർ, വലിയ വലിയ സമ്പത്ര ഉടമങ്ങ ദുനിയാവിടെ മേ കയ്യിലാക്കിട്ടിരുന്ന ആൽമാർ നരകത്തുക പോയങ്ങുള്ളാറ്. അതേ ടൈമിൽ അതേ സമ്പത്ത് കൊണ്ടിട്ട് സുബ്ഹാനല്ലാഹ് സ്വർഗത്തുക പോയ ലക്ഷക്കണക്കിലുള്ള മുഅ്മിനീങ്ങളുള്ളാറ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ പ്രധാനിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതിൽ പ്രധാനിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതിൽ പ്രധാനിയാണ്. ലോകം അല്ലാഹു തആല ഒരു സമ്പത്ത് കൊടുത്തിട്ടാവുമ്പോൾ സകല സമ്പത്തും ദീനഗബേനായി കൊടുത്ത മഹാന്മാരാണ്.
നോഗൊന്തുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ മുന്നലു നബി തങ്ങൾ ചൊന്നുല്ലേ മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅ മാലു അബീബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖിന്റെ സമ്പത്തിനൊക്കെ ഉപകരിച്ചതുപോലെ ലോകത്തിൽ ഒരു മനുഷ്യയുടെ സമ്പത്തിനൊക്കെ ഉപകരിച്ചിട്ടില്ലാണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് വല്ലാണ്ട് പുൽപുട്ടു പോയിട്ട് നബിയെ നക്കുണ്ട് ചെന്നിട്ടൊരു സമ്പത്തുണ്ട് നബിയെ, ഉള്ളതെല്ലാം നിങ്ങളതല്ലേ നബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മഹബ്ബത്തിന്റെ ഭാഗം കാണത്. അൽഹംദുലില്ലാഹ് ഞങ്ങളെ റായത്തിൽ അള്ളാഹു കൊരിയ ആൽമാർ കുറെ ഇഷ്ടം പോലെ സമ്പത്തുള്ള ഉള്ളാർ, അതിൽ കൊരിയ ആൽമാരെയാണ് അള്ളാഹു ഞങ്ങൾ തന്നത്. അള്ളാഹു അങ്ങനെ നിലനിർത്തി തരട്ടെ. അങ്ങനെ ബിസിനസ് അങ്ങ് പൊളിഞ്ഞു പോകുത്തീറ. നല്ല ബറക്കത്ത് അള്ളാഹു കൊടുക്കണം, നല്ല ഉയർച്ചങ്ങ കൊടുക്കണം, നല്ല ഇസ്സത്തുങ്ങ കൊടുക്കണം. സകല കണ്ണേറുങ്ങളെ തൊട്ട് അള്ളാഹു അങ്ങളെ കാക്കണം. എല്ലാവിധ നഞ്ചിയും ഫസാദും ഫിത്നങ്ങളെ തൊട്ട് അള്ളാഹു അങ്ങളെ കാക്കണം. അൽഹംദുലില്ലാഹ് അതിൽപ്പെട്ട ഏറ്റവും ഞാൻ കേട്ട ഒരു പ്രധാനിയായ ഒരു മനുഷ്യനാണ് ഞങ്ങൾ അബ്ദുൽ ലത്തീഫാക്ക. അള്ളാഹു അയാളുടെ കൂടെ എത്തുപാട്ടി തന്നറ. അള്ളാഹു നല്ല ബർക്കത്താക്കട്ടെ, നല്ല ആരോഗ്യം അള്ളാഹു അയാൾ കൊടുക്കട്ടെ, അയാളുടെ ബിസിനസ് നല്ല ഉയർച്ച കൊടുക്കട്ടെ. കാരണം തണ്ടത് കൊരിയ ആൽമാരാണ്. ഇന്നങ്ങ് എല്ലാവരും തറന്നിട്ട് എന്തില്ല, ഇന്നോണ് തണ്ടത് ബാരി കൊരടിയാണ്. പക്ഷെ തണ്ടങ്ങ ബാരി കൊരടിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരാളാണ് ഈ റായത്ത് ഒരു സോഷ്യൽ വർക്കറായിട്ടും അതുപോലെ ധാരാളം പാവത്തെ പെൺമക്കളെ മങ്ങിൽത്തുക സഹായിച്ചൊക്കെ ചിലപ്പോൾ കൈക്കണക്കിക്കൽ അയാളിലൊട്ട. അതുപോലെ ധാരാളം പള്ളിങ്ങം മദ്രസങ്ങം സംഘടനങ്ങം പ്രസ്ഥാനത്തുക്ക് ധാരാളം ഒരു സഹായിച്ച ഒരു മനുഷ്യനാണ്. ഈ അടുത്ത് ഈ റായത്തിൽപ്പെട്ട ഒരു പെണ്ണുക്ക് സുബഹി ജാവാവിടെ ഉൽഗ ഒരു പവന്റെ ബംഗാര വ്യവസ്ഥയാക്കി കൊടുത്ത ആളാണ് അയാൾ ഞങ്ങൾ അബ്ദുൽ ലത്തീഫാക്ക. അള്ളാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ഇതെന്തും ഖായിബാവുൽ ലത്തീഫാക്ക. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. ചിലപ്പോൾ നിങ്ങളെ കീസരെടുത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പൈസ ഷോട്ടോടെ വന്നിട്ടിക്കൂ, പക്ഷേ ആ ഷോട്ട് നാളെ ആഖിറത്തുള്ള ഡെപ്പോസിറ്റ് ആണ്, ബഡ്ഡിയല്ല, ചക്ര ബഡ്ഡിയായ അള്ളാഹു നിങ്ങൾ തറകു പോണ്ട. ആ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങളെയും ഞങ്ങളെയും പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റായത്ത് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള അള്ളാഹു പോലും ഖുർആനിൽ ചൊന്നു തന്നെ ഏറ്റവും വലിയ ഉപകാരി ആരാണ് ഈ ലോകത്ത്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം. ഏറ്റവും വലിയ ഉപകാരിയായ റബ്ബ്. എന്നിട്ട് ആ റബ്ബുടെ ക്വാളിറ്റി ചെന്നത് അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലാഹു ഇൽമു പഠിപ്പാട്ടി തന്ന ചൊല്ലതാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങളെ റായത്ത് ഇൽമു പഠിപ്പാട്ടുള്ള നല്ലൊരു വ്യവസ്ഥ ഇവിടെ ആയിട്ടുണ്ട്. മദ്രസത്ത് വ്യവസ്ഥ അതിൽ ഒന്നാം തട്ട് പൂർത്തിയായിട്ട് രണ്ടാം തട്ട് കാണു റായത്ത് കുറേ മക്കമുള്ളത് കൊണ്ട് അതിൽ ആവശ്യമുള്ളത് കൊണ്ട് രണ്ടാം തട്ട് വ്യവസ്ഥയിലാണ് നടന്നുകൊണ്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ ഉപകാരം ഈ ജനറേഷന് കാക്കളുടെ ഏറ്റവും വലിയ ഉപകാരം ചെന്നെങ്കിൽ ഇൽമു പഠിപ്പാട്ടുള്ള എഡ്യൂക്കേഷനുകളുള്ള സഹായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് എന്തൊരു ബാക്കി വെച്ച് പോയിട്ടുണ്ട് കേട്ടെങ്കിൽ മദീനത്തൊന്ന് പോയി നോക്കൂ. താജ്മഹൽ അവിടെ കാണില്ല, കുത്തൂബ് മിനാർ അവിടെ കാണില്ല, ഒരു ഹെറിറ്റേജും അവിടെ കാണില്ല. ആകെ കാണേണ്ടത് പിന്നെ ബന്ധങ്ങൾ കെട്ടിയ കുബ്ബ മാത്രമാണ്. അവിടെ ബാക്കി വെച്ചതിലെ മിവരിസു ദീനാറൻ വല ദിർഹമ, ദീനാർ ദിർഹമ അല്ല ബൽ വറസുൽ ഇൽമ. ഇൽമുടെ ബാക്കി വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയെ. ആ ഇൽമു കൊണ്ട് നടന്ന 1,00,000 സ്വഹാബത്തുകളെ കൊണ്ടാണ് ഇന്ന് 200 crore പ്ലസ് മുസ്ലിമീങ്ങൾ ഈ ലോകത്തിലുള്ള. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൽമുക്ക് സഹായിക്കട ചൊല്ലത് അത് ഞങ്ങൾ ഒർത്തജിച്ച് ഖുർആൻ ഓതുമ്പോൾ നക്ക് മാത്രമാണ് കിട്ടേ. നണ്ട കൊണ്ട് ഒർത്ത ഖുർആൻ ഓതരാണ്ട് കണ്ടെങ്കിൽ ആ ഫലങ്ങൾ ലക്ഷമായിട്ട് തീർന്നു. ഇവിടെ പഠിച്ചൊരു ചെറുക്ക നാളെ ഒരു മൊയിലാറായിട്ട് വന്നെങ്കിൽ, സംഘടനാ പ്രവർത്തകനായിട്ട് വന്നെങ്കിൽ അവൻ്റെ കാരണം കൊണ്ട് 100 മക്കൾ ഖുർആൻ ഓതുക പഠിക്കിടാറ്. ആ 100 മക്കളെ കൊണ്ട് 1000 മക്കം പഠിക്കിടാറ്. ആ 1000 മക്കളെ കൊണ്ട് 1,00,000 മക്ക പഠിക്കിടാറ്. ഇതെല്ലാം പഠിക്കുമ്പോൾ കിട്ടേ കൂലി ആ മദ്രസം കെട്ടിക്കൊടുത്ത ആളുകളാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. സംഘടനാ പ്രവർത്തനം ചെന്നെങ്കിൽ അത് ചെയിൻ ബിസിനസ്സാണത്. പോണ്ടമേ കിട്ടിയോണ്ട് പോണ്ടമേ അത് അസലും ബഡ്ഡിയല്ല ശരിട്ടത് എവിടേക്ക് എത്ര ചൊല്ല സാധ്യമല്ല. എൻ്റെ നാശമൊന്നുമില്ല. എൻ്റെ ഞങ്ങൾ നിസ്കരിച്ച ലുഹുർ നിസ്കാരം അസർ നിസ്കാരം ഇതിലെല്ലാത്തെ 1% കൂലി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുടെ ഹദ്റത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരു ഹദ്റത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതിലെല്ലാത്തെ 1% മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുടെ ഹദ്റത്ത് പോയിട്ടുണ്ട്. അങ്ങാണ് ഈ ദീനുക്ക് തുടക്കം കൊടുത്ത ആൽമാർ. അതുകൊണ്ട് ലത്തീഫാക്കട്ടെ പ്രത്യേകം റിക്വസ്റ്റ് ആക്കിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ആഖിറത്തിൽ കിട്ടുക പോണ്ടേ ഒരു മദ്രസത്തെ വ്യവസ്ഥ ഇവിടെ അത് ആക്കുക. മിനിമം 15 lakh എക്സ്പെൻസ് ഉണ്ടുണ്ടാണ് അങ്ങ് ചൊന്നെ. അത് പൂർത്തിയാക്കുക. നിങ്ങൾ അതത്ര നിങ്ങൾക്ക് സാധിക്കടയിലാണ് ഗൊന്തില്ല. നിങ്ങൾ നല്ലൊരു ആ സഹായം ഈ റായത്തുകൊമ്പേനായിട്ട് നണ്ട ആഖിറത്ത് വിജയത്തുകൊമ്പേനായിട്ട് നിങ്ങളൊട്ടിಗೆ ഞാൻ റിക്വസ്റ്റ് ആക്കിക്കൊണ്ടുള്ള നിങ്ങൾ സാധിക്കുന്നുണ്ട് കണ്ടെങ്കിൽ വലിയൊരു സഹായം അതൊക്കെ നിങ്ങൾ ആക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഞങ്ങൾ ലത്തീഫാക്കോ ചിലപ്പോൾ മുണ്ടകിക്കും. ആ മുണ്ടകുള്ള അവസരം കൊടുത്തിട്ടു ഇൻഷാ അല്ലാഹ് നന്റെ പ്രസംഗം
ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ലത്തീഫാക്കു ഒരു സമ്മാനം ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റി ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അയാൾ ആദരിക്കിട്ട് നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട് ലത്തീഫാക്ക. അള്ളാഹു നിങ്ങൾ നല്ല ബറക്കത്താക്കട്ടെ, നല്ല ഇസ്സത്ത് അള്ളാഹു നിങ്ങൾ തരട്ട് ഇൻഷാ അല്ലാഹ്. സന്മാനത്തെ പേനായിട്ട് എൻ്റെ വേദിക്ക് ഞാൻ വിട്ടുകൊടുത്തിട്ടുള്ള The precious guest of this great and glorious occasion is Abdul Latif Gurupura. He has accepted our small invitation and has come with a big heart and big promises. Al Badriya Masjid Golipatpur committee will honor the guest in this venue. So we are inviting our beloved guest Abdul Latif to receive the honor, and also we are inviting Jamaat committee members to honor the guest. ഈ മഹനീയ വേദിയിലെ വിലയേറിയ അതിഥി അബ്ദുൽ ലത്തീഫ് ഗുരുപുര നമ്മുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ച് വലിയ മനസ്സും വാഗ്ദാനവുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. അൽ ബദ്രിയ മസ്ജിദ് ഗോളിപ്പട്പു കമ്മിറ്റി ഭാരവാഹികൾ ആദരിക്കുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടി ലത്തീഫ് അവർകളെയും നൽകാൻ വേണ്ടി ജമാഅത്ത് കമ്മിറ്റി പ്രധാന അംഗങ്ങളെയും ഉസ്താദുമാരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله والله أكبر الله أكبر ولله الحمد. بسم الله الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ നിഅമത്ത്, ആ നിഅമത്ത് ഞങ്ങൾ അപ്പുറം കൊടുക്കണായ ബാധ്യതയാണ് നാം ചെന്നുകൊണ്ട് വന്നത്. ഒന്നാമത്തെ ബാധ്യതയാണ് നബി തങ്ങളെ വല്ലാണ്ട് ബഹുമാനത്തിൽ കണ്ടത്. ആ ബഹുമാനിക്കിടതിലെ ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലത്. നന്റെ കൂടെ ഏറ്റവും അടുത്ത് നിൽക്കടെ ഒരു മനുഷ്യനാൾ ആഖിറത്തിലുള്ള ആരത് അക്സറുക്കും അലയ്യ സ്വലാഹ്, നന്റെ മേൽ കുറേ സ്വലാത്ത് ചൊല്ലോണം. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് എത്ര? 100, 200, 300, 500, ഏറിപ്പോയെങ്കിലും ഒരു 1000 നാല് അത് ചൊല്ലങ്ങ 100-ലൊന്നിക്കുവാണ്. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് ഇമാമുന ശഅറാനി റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, നന്റെ ഉസ്താദ് ഒരു നാലുകു ചൊന്നുകൊണ്ടിരുന്ന സ്വലാത്ത് 40,000 ഒരു നാലുക് 40,000 സ്വലാത്തങ്ങാണ്. ആ ഉസ്താദ് ചെന്നുകൊണ്ടിരുന്ന സ്വലാത്ത് ഒരു നാലുക് 30,000 സ്വലാത്താണ്. സുബ്ഹാന ജല്ല ജലാലു. അങ്ങെല്ലാം സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയത്. നിങ്ങൾ ഒന്ന് ചൊന്നു നോക്കൂ മുഅ്മിനീങ്ങളെ, മക്കളുട്ടി ഒന്ന് ചൊല്ലുപാട്ടി നോക്കൂ. അതൊരു ബറക്കത്തെ വേറെ. എങ്ങനത്തെ പാർച്ചുള്ള മക്കങ്ങം ഒരു നിലക്ക് സൈലൻ്റായിട്ട് പണ്ടാറും. എങ്ങനത്തെ പോക്രി ബാലക്കാറുമാറും എത്ര വലിയ തമ്മാടിയും സ്വലാത്തൊന്നും ആദത്താക്കി നോക്കട്ട് ക്രമേണ ഡൗൺ ആയിട്ട് പണ്ടോണം, നേരെ തെറുക്കു പണ്ട. ഇത് അനുഭവമാണ്, ഇത് നേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഇണ്ട് ഈ ദുനിയാവിൽ ഞങ്ങളെ തർബിയത്താക്കടെ ഒരു മനുഷ്യ അള്ളാഹു പടച്ചിട്ടില്ല. നബി തങ്ങൾ വഫാത്തായിട്ടിന്നെങ്കിലും മമാത്തി ഖൈറുൽ ലക്കും, ആ ഖൈർ അങ്ങനെ ബാക്കിയുണ്ടു. നബി തങ്ങൾ അനുസ്മരിക്കപ്പെട്ട സകല ജാഗകം അത് വല്ലാണ്ട ഖൈറും ബറക്കത്ത് കൊണ്ട് നിറയുണ്ടാണ്. എല്ലാ മഹാന്മാരും ചെന്നത് ഒരാളും അതിൽ തർക്കമില്ല. അള്ളാഹു ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തിട്ട് ധാരാളം സ്വലാത്തുങ്ങ ചൊല്ലണം. ഉമ്മമാർ നാഷ്ടാക്കുമ്പോൾ, പത്തിരാക്കുമ്പോൾ, പത്തിരി ചുടുമ്പോൾ, പാലാക്കുമ്പോൾ, കാട്ടടിക്കുമ്പോൾ, തോത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു 1000 സ്വലാത്ത്, ഒരു 300 സ്വലാത്ത്, ഒരു 500 സ്വലാത്ത് ടാർഗറ്റ് വെച്ച് ചൊന്തേണ്ട് കണ്ടെങ്കിൽ ആ പത്തിറാക്കിയിട്ട് കൊടുക്കുമ്പോൾ ആ പത്തിരത്തിൻ്റെ മക്കൊക്കെ എന്തൊരു ബറക്കത്താണ്, ആ മാപ്പലക്ക് എന്തൊരു ബറക്കത്താണ്, ആ ഉബ്ബുമ്മക്ക് എന്തൊരു ആഫിയത്താണ്, ആ ഔത്തിലെന്തൊരു ബറക്കത്താണ്. ആ തോത്തിയതും ആ അടിച്ചതും ആ എന്തെല്ലാം കൽകിയതും സകലം എല്ലാം ഇബാദത്തായിട്ട് അള്ളാഹു തീർക്കട. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തിട്ട്. മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ ബാധ്യതയാണ് സുബ്ഹാനല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിಗೆ പഠിപ്പാട്ടി തണ്ടേ. ആ നബി തങ്ങളെ വല്ലാണ്ട് നിങ്ങൾ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം?
നബി തങ്ങളെ വ്യക്തിയുടെ സഹായിക്കാനുണ്ടല്ല, ആ നബി തങ്ങൾ പടിപാടി തന്നെ പ്രസ്ഥാനത്തെ നിങ്ങൾ സഹായിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ ഹദീസ്, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ഈ ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യർ, അല്ലാഹുടെ ഇഷ്ടം അപ്പുറം കിട്ടിയ ഒരു മനുഷ്യനാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെരി ഷോർട്ട് ആക്കിയിട്ട് ചെന്നു, അൻഫഉഹും ലിന്നാസ്. മനുഷ്യന്മാർക്ക് അവണ്ട കൊണ്ട് വല്ലാണ്ട് ഉപകാരം കിട്ട എഴുതി വെക്കൊരു അള്ളാഹു അവണ്ടൊട്ടിക്ക് വല്ലാണ്ട് ഇഷ്ടം വന്നു പോയിട്. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ ഉമറയുടെയും അള്ളാഹു പെടുത്ത് അനുഗ്രഹിക്കട്ടെ. മനുഷ്യന്മാർക്ക് വല്ലാണ്ട് ഉപകരിക്കിടാൽമാർ. നിങ്ങൾ നോക്കൂ, ഞങ്ങളെ ഉലമാടെ ചരിത്രം എടുത്ത് നോക്കൂ. ഞാൻ ഉദാഹരണക്ക് ഞങ്ങൾ ആസ്പാസുള്ള ഒരു സ്ഥാപനയാണ്. ജനുവരി 7 35 വാർഷിക ആക്കുക പോയിട്ടുള്ള സ്ഥാപന. 7 താരീഖ് അജ്മീർ മൗലിദ് നടക്കട്, ചൊവ്വാസ 35 വാർഷികം കൂടി നടക്കട്. ഷെയ്ഖുന സൈനുൽ ഉലമ മാണി ഉസ്താദ് ഈ 35 വർഷത്തിൽ ഉസ്താദ് വല്ലാണ്ട സ്ഥാനങ്ങൾ കിട്ടിച്ച്. ഒരു ഭാഗത്തിൽ 60 വർഷ ദർസെടുത്ത ഇതിഹാസം ഉസ്താദ് കൊണ്ടു. ഇന്നൊരു ഭാഗത്തിൽ എത്രമാ മഹല്ലുടെ ഖാദിയായിട്ട് വിവിധ ജില്ലകളെ ഖാദിയായിട്ടാണ് ഉസ്താദുള്ളത്. ഇന്നൊരു ഭാഗത്തിൽ വലിയ മുദർറിസായിട്ട് ആണ് ഉസ്താദുള്ളത്. വേണമെങ്കിൽ ഉസ്താദ് സ്വന്തമായി ജീവിച്ചിട്ട് നല്ല പാലേസ് പോലത്തെ ഒരു അവം കെട്ടിട്ട് അടിപൊളി ലക്ഷറി ലൈഫ് ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഉസ്താദ് തിരഞ്ഞെടുത്ത ലൈഫ് അത് ഈ ഉമ്മത്തുക്ക് പേനായിട്ടുള്ള ലൈഫാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നെ, ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ആൾമാർ ഉലമാണ്. ആ ഉലമാവിലും ഖൈറായ ആൾമാർ കിടാറ് റുഹമാഉഹാ. ആ ഉലമായുടെ കൂട്ടത്തിൽ ഉമ്മത്തിനൊട്ടിക്ക് വല്ലാണ്ട് കാരുണ്യം കാട്ടിയ ആൾമാർ. നിങ്ങൾ നോക്കൂ, 35 വർഷമായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കുന്ന 400 മക്കൾക്കും ഓരോ വക്തുകുമായിട്ട് ഫുഡ് ഇട്ടുകൊണ്ടുണ്ട് ഉസ്താദ്. ഓടി നടന്നിട്ട് അങ്ങ് പേനായിട്ട് ഒരു വർഷത്തേക്ക് ഈ സമുദായത്തെ എഡ്യൂക്കേഷനുക്ക് പേനായിട്ട് ഉസ്താദ് ചെലവാക്കിയിട്ടുള്ളത് 1,80,00,000 സുബ്ഹാന ജല്ല ജലാലുഹു. ഇത് ആರಿಗೆ സാധിക്കൂ? ഉലമാഇಗೆ സാധിക്കൂ. കാരണം അൽ ഉലമാ വറസത്തുൽ അംബിയാ. അംബിയ എടുത്ത പണിയാണ് അങ്ങ് എടുത്തോണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നില്ലേ, ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് ഉപകരിക്കടെ ആരുള്ളാണ് എങ്കിൽ ഔണ്ടൊട്ടികയാണ് അള്ളാഹു വല്ലാത്ത സ്നേഹം. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തട്ടെ. ആ തനലങ്ങ് അള്ളാഹു ദീർഘകാലം നമുക്ക് ഇവിടെ നെല്ലിപ്പാട്ടി തരട്ടെ. ഞങ്ങളെ കൈക്കീഴിൽ ഖിദ്മത്തെടുക്കുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നില്ലേ, വഅഹബ്ബുൽ അമാലി ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? നിസ്കാരം നബി തങ്ങൾ ചൊന്നില്ല, നോമ്പല്ല ചൊന്നേ, സക്കാത്തല്ല ചൊന്നേ. വഅഹബ്ബുൽ അമാലി ഇലല്ലാഹ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ഏതുകൊണ്ടുണ്ടാ? സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. മോനെ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം വിട്ട് കൊടുക്കുക തീറ എങ്കിൽ നീ ലോകത്തിലെടുക്കുന്ന ഏറ്റവും നല്ല പണിയാൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ തക്ഷിഫു അൻഹു കുർബാ. അല്ലെങ്കിൽ ഒരു മുഅ്മിന്റെ ടെൻഷൻ ഇല്ലാണ്ടാക്കിടതില്ലേ, അതാണ് ഏറ്റവും നല്ല പണി. അതുകൊണ്ട് അല്ലാഹു തന്ന നിഅമത്തുകളില്ലേ, ആ നിഅമത്തുക അല്ലാഹു നമുക്ക് ഓരോ നിഅമത്തും തരുമ്പോൾ ചില ആൽമാർക്ക് ആരോഗ്യമാണ് തണ്ടേ, ചില ആൽമാർക്ക് നല്ല സമ്പത്താണല്ല കൊടുക്കൂടെ, ചില ആൽമാർക്ക് നല്ല സ്ഥാനമാണല്ല കൊടുക്കൂടെ, ചില ആൽമാർക്ക് നല്ല അധികാരമാണല്ല കൊടുക്കൂടെ, ചില ആൽമാർക്ക് അല്ലാഹു നല്ല ചന്തമാണ് കൊടുക്കൂടെ. ഓരോരുത്തർക്കും വിഭിന്നമായ നിഅമത്തുകളാണല്ല കൊടുക്കൂടെ. ചില ആൽമാർക്ക് നല്ല പ്രസംഗിക്കട ശക്തിയാണ്, ചില ആൽമാർക്ക് നല്ല പാഠ്യ ശക്തിയാണ്, ചില ആൽമാർക്ക് നല്ല എൽദര ശക്തിയാണ്. എന്തെങ്കിലും ഒരു നിഅമത്ത് നമുക്ക് കിട്ടിയിട്ടാവുമ്പോ ഖുർആൻ ആ നിഅമത്ത് റയൂസാക്കടതര ബഗ്യാരലൈനിൽ പടിപാടി തന്നില്ലേ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. മോനെ, എനിക്ക് പടച്ച റബ്ബ് തന്ന നിഅമത്തുകളില്ലേ, ആ നിഅമത്തുകളെ കൊണ്ട് നീ ആഖിറം ടാർഗറ്റ് ആക്കണോ. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ കിട്ടിയ നിഅമത്തുകൾ ഇനർത്തര സന്തോഷിപ്പിക്കുകയാണ് യുസാക്കുനായത്.
മുഅ്മിനീങ്ങളെ ഖൽബിൽ സന്തോഷിപ്പിക്കുകയാണ് യുസാക്കുനായത്. അല്ലാഹു പല്ല് തന്നില്ലേ, ആ പല്ല് കൊണ്ടൊരു ഇബാദത്ത് വെച്ചില്ലേ, ആ ഇബാദത്തല്ലേ മുഅ്മിനീങ്ങളെ തബസ്സുമു ഫീ വജ്ഹി അഖീക സ്വദഖാ. നിന്റെ ചങ്ങായിയ മുഅ്മിനായ ഒരു മനുഷ്യരുടെ മുഖമാ നോക്കി ചിരിക്കിടതില്ലേ, ആ പൊഞ്ചിരി സ്വദഖയാണ്. കാരണം അവന്റെ മനസ്സിലത് സന്തോഷമുണ്ടാക്കിടതാണ്. മുഅ്മിനീങ്ങളെ പുറത്തൊന്ന് പോകുമ്പോൾ ഒരു അത്തറിട്ടോണ്ട് പോറു ഖുർആൻ ചൊന്നില്ലേ, ഇത് ഹദീസിങ്ങ പഠിപ്പാടി തന്നില്ലേ, നബിതങ്ങൾ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ലേ. എന്തേ കാരണ? ആ അത്തറ് കൊണ്ട് അനുഭവിക്കടെ മനം ആറുകാണ് കിട്ടേ, അത് ബാക്കിയുള്ള മുഅ്മിനീങ്ങളല്ലേ, അത് മുഅ്മിനീങ്ങളെ വല്ലാത്ത സന്തോഷപ്പെടുത്തുന്നതല്ലേ. അതുകൊണ്ട് അത്തറിട്ടതും അതേ അല്ലാഹുടെ റസൂൽ സുന്നത്താക്കിയില്ലേ. സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് നല്ല നാവ് തന്നില്ലേ, ആ നാവുടെ സുന്നത്തല്ലേ മുഅ്മിനീങ്ങളെ. അൽ കലിമത്തു ത്വയ്യിബ സ്വദഖ, നല്ല പലക്കങ്ങ അത് സ്വദഖയാണ്. വെറും പൈസ കൊടുക്കുന്നത് മാത്രമല്ല സ്വദഖ. അൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ. നിന്റെ നാവ് കൊണ്ട് മുൻറെ നല്ല നല്ല പലക്കങ്ങയില്ലേ, അതും പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട നിലക്ക് കണ്ടെങ്കിൽ അത് സ്വദഖയാ. എന്തു ചൊല്ലണം മുഅ്മിനീങ്ങളെ? റമളാന്റെ സുബഹി നാളിൽ അതേ ഒരു പെഞ്ഞായുമായി ബന്ധപ്പെട്ടാണ്ട് കണ്ടെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം ഒരു ഹുക്മ നടപ്പിലാക്കിയില്ലേ, അതിന്റെ പേരിലോണ് കഫാറത്ത് കൊടുക്കണം. എത്രയാണ് കൊടുക്കാനായ? 60 മിസ്കീനുമാർക്ക് ചോറ് കൊടുക്കണുണ്ടല്ലോ ഇസ്ലാം പടിപാടി തന്നെ. നാണ് കേക്കട്ട, അതേ അവന്റെ സ്വന്തം വൈഫുമായി ബന്ധപ്പെട്ടതുക്ക് ഈ 60 മിസ്കീൻക്ക് ചോറ് കൊടുക്കണേക്ക് എന്ത് ബന്ധമാണുള്ളേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് നീ നോം മുറിച്ചതിന്റെ പേരിൽ പടച്ച റബ്ബുക്ക് വല്ലാണ്ട് ദ്വേഷം വന്നു പോയിട്ട് ആ ദ്വേഷം പരിഹരിക്കുള്ള നല്ലൊരു പരിഹാരമായി ഇസ്ലാം പടിപാടി തന്നതാണ് 60 മിസ്കീനുക്ക് ചോറ് കൊടുക്കുന്നത്. കാരണം ആ മിസ്കീനുമാരെ വയറെന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമോ ഉണ്ടായില്ലേ, പാപത്തവന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവുമ്പോ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ അള്ളാഹുടെ സന്തോഷം ഉണ്ടാവുക തുടങ്ങിട്. അതുകൊണ്ടത് പരിഹാരമായി പോണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക ചൊല്ലറായം വിട്ട് മദീനത്തേക്ക് വന്നപ്പാ ഏറ്റവും വലിയ സങ്കടം കഷ്ടങ്ങൾ അനുഭവിച്ചു വന്ന നേതാവല്ലേ. ആ മക്കത്തെ മദീനത്തേക്ക് വന്നപ്പോ ഏറ്റവും ഫസ്റ്റ് ചെന്ന പലക്കാണ് അഫ്ശുസ്സലാമ ബൈനക്കും ഓ മുഅ്മിനീങ്ങളെ, പരസ്പരം സലാമങ്ങയാറ ചൊല്ലൊരു. കാരണം അത് മനുഷ്യരുടെ മനസ്സിക്ക് വല്ലാത്ത സമാധാനമുണ്ടാക്കിട്. പാവത്തങ്ങു ചോരിടറൂ, അത് കാരണമായി തദ്ഖുലുൽ ജന്നത ബിസലാം, നല്ല സന്തോഷത്തോടു കൂടെ സ്വർഗത്ത് കടക്കുക നിങ്ങൾ തീർന്ന്. ഇതാരാണ് പടിപ്പാട്ടി തന്റെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ തന്റെ പലക്കം നാ നീട്ടില്ല, അതല്ലേ പിന്നെ വന്ന സർവ്വ മഹാന്മാരും സ്വീകരിച്ച് തരൂ. എന്ത് ചൊല്ലണോ? ലോകത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാർ, അതിലും ഏറ്റവും അഗ്രഗണ്യനായ മഹാനല്ലേ, ഫിഖ്ഹിലെ ഏറ്റവും വലിയ പണ്ഡിതനല്ലേ, അശ്ശാരിഹുൽ മുഹഖ്ഖിഖ് എന്നിട്ട് അറിയപ്പെട്ട് മഹാനായ ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ദർസെടുത്ത് നടന്ന മഹാനാണ്, വലിയ ആലിമാണ്. സുബ്ഹാനല്ലാഹ്, ഇടയ്ക്കിടെ ഉസ്താദ് ദർസ് വിട്ടിട്ട് ഇങ്ങനെ പോവലുണ്ടു. ദർസിലെ കിതാബ് എടുത്തോണ്ടിരിക്കുമ്പോ ഉസ്താദ് നിപ്പാടിട്ട് പോവലുണ്ടു. ഒരു 4 ശിഷ്യന്മാരിൽ പെട്ടൊരു ശിഷ്യൻ ഉസ്താദിന്റെ ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോയിട്ട് ഇത്രയും വലിയ ആലിമായ ഒരു മനുഷ്യൻ ഇൽമുകളിലെ പ്രാധാന്യം കൊടുക്കാനായത് എന്ത് കാണ ദർസും നിപ്പാടിട്ട് ഇയാള് പുറത്തുക പോണ്ട ചെന്നിട്ട് അന്വേഷിക്കുക പേനായിട്ട് ഒരു ശിഷ്യൻ അതാ ഉസ്താദിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കു തുടങ്ങിയിട്ട് ഉസ്താദ് പോയി പോയി എത്തിപ്പെട്ടത് അതേ ഒരു സ്ലം ഏരിയത്തുകാണ്. വെറും പാപത്തങ്ങ മാത്രം ജീവിക്കട ജാഗത്ത് കാണും. അവിടെ എത്തിത്ത് മാത്രമല്ല, അവിടെ ഉള്ള കെന്തുക സുബ്ഹാനല്ലാഹ് ഒരു കൊടപ്പാനം ഇട്ടിട്ട് തന്നി കോരിത്ത് ആ തന്നി കോരിട്ട് പാപത്തങ്ങൾ ഔത്തുകുസ്താറ് സപ്ലൈ ആക്കുന്നിണ്ടിത്ത്. ഓ മുഅ്മിനീങ്ങളെ, അവിടെ ഉള്ള ശിഷ്യൻ അതാ കേട്ടു പോയ ഉസ്താദേ, ആ ദർസ് പഠിപ്പാട്ടതല്ലേ ഏറ്റവും നല്ല അമല്. എന്ത് കാണും ഈ ജാഗത്തുക വന്നിട്ട് പാവപ്പെട്ട ആൽമാർക്ക് തന്നിനിങ് അതേ വലിച്ചു
വെച്ചു കൊടുക്കൂടെ? സുബ്ഹാനല്ലാഹ്. മഹാനായ അശ്ശാരിഹുൽ മുഹഖിഖ് ഇമാമുൽ മഹല്ലി റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ, മോനെ അതിറാണ്ടി വലിയ ഇബാദത്താണ് ഈ പാവങ്ങളെ സഹായിക്കുന്നത്. അങ്ങുള്ള തന്നിയത്ത് പാട്ടി കൊടുക്കൂടത്, അങ്ങുള്ള ആഹാരം കൊടുക്കൂടത്. എന്തുക ചൊല്ലണോ? കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാരില്ലേ, അതിലേറ്റവും വലിയ അഗ്രഗണ്യനല്ലേ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അയാളെ റായത്തിലൊരു സ്ഥാപന്റെ സ്വരം നടന്നുകൊണ്ടിരിക്കുമ്പോ ആ സ്വരത്തുക വേനായി കല്ല് പൊറുക്കുക മഹാൻ നിണ്ടെത്തി. ആരാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയുടെ ഓരോ ഹദീസും എഴുതുമ്പോ ഉളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് മഹാൻ ഓരോ ഹദീസും എഴുതലുള്ളേ. ലോകത്തിൽ എപ്പോഴും നബി തങ്ങളെ കണ്ടുകൊണ്ടിരുന്ന മഹാനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആൽമാർ വന്ന് കേട്ടാറ്, ഈ സ്വരം നിങ്ങൾക്ക് വേണ, കല്ല് പൊറുക്കുടെ സ്വരം നിങ്ങൾക്ക് വേണ. ഒരു മദ്രസ കെട്ടുക ആൽമാരില്ലേ, നിങ്ങൾ എന്തുകാണ് ഈ മദ്രസം കെട്ടുകൊള്ള കല്ല് പൊറുക്കുടെ ചൊന്ന് കേട്ടിട്ടാവുമ്പോ മഹാൻ ചൊന്ന പലക്കാണ്, ഹാദാ റജാഇ യൗമൽ ഖിയാമ. ഓ മോനെ, ആഖിറത്തിൽ നക്ക് പ്രതീക്ഷയായിട്ട് ബാക്കിയുള്ളത് ഈ അമല് മാത്രമാണ്. മിനിങ്ങളെ, ഇനൊരു മനുഷ്യരെ സന്തോഷിപ്പിക്കേണ്ടതില്ലേ, അത് വല്ലാത്ത പ്രതിഫലമുള്ളതാണ്. ഇനൊരു മനുഷ്യരുടെ ആവശ്യത്തിന് വേനായി നടക്കേണ്ടതില്ലേ. താബീങ്ങളിൽ ഏറ്റവും പ്രമുഖനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ, നക്ക് 2 വർഷം മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫ് വെക്കണത് റാണ്ടിയാറ ഏറ്റവും നല്ല ഇബാദത്തായിട്ട് നാണ് കണ്ടത്. ഒരു മനുഷ്യരുടെ ആവശ്യത്തിന് വേനായിട്ട് അവന്റെ കൂടെ റായത്തിൽ നടക്കുന്നതാ. ഒരാൾ കലക്ഷനുക പറയുമ്പോ പല ആവശ്യത്തുകുമായിട്ടിക്കു, ചിലപ്പോ സീക്കയുടെ പേരിലായിട്ടിക്കു, മോളുടെ പാൽപ്പാട്ടത്തിന്റെ പേരിലായിട്ടിക്കു. ആ റായത്ത് ഒരു മനുഷ്യൻ കടന്നു പറയുമ്പോ ആ മനുഷ്യരുടെ കൂടെ അയാൾ അവ കാട്ടുകുബേനായി ഞങ്ങൾ നടന്നാണ്ട് കണ്ടെങ്കിൽ 2 വർഷം മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫ് വെക്കണതില്ലേ, അതിറാണ്ടി വലിയ മഹത്വം ചൊന്ന് പടിപാട്ടി തന്ന നേതാവാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തും ഈ മാർഗം സ്വീകരിച്ചില്ലേ മുഅ്മിനീങ്ങളെ? അങ്ങനെ വിധങ്ങളെ കണ്ടിട്ടല്ലേ പഠിച്ചിടേ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇത്തികാഫ് വെച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ മുട്ട വന്ന് തെച്ചിട്ട് സുബ്ഹാനല്ലാഹ് അയാളെ മുഖത്തിൽ വല്ലാത്ത ടെൻഷൻ കണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കേട്ടുപോയിട്ട്, മോനെ എന്തേ നിന്റെ മുഖത്തിൽ വല്ലാത്ത ടെൻഷൻ കണ്ടേ? ആ വന്ന മനുഷ്യ ചെന്നുപോയ, ഉസ്താദേ വല്ലാത്ത പ്രയാസത്തിലാണ് നാണുള്ളേ, പക്ഷേ ഉസ്താദിട്ട ചൊല്ലു ഉനക്ക് വല്ലാത്ത പേടിയുണ്ടു. എന്തിനാണ് മോനെ ടെൻഷൻ? നക്ക് കടത്ത ടെൻഷനാണ് ഉസ്താദേ. നാണ് കടമെടുത്ത് ഡേറ്റ് കൊടുക്കുകയുണ്ടു. ആ ഡേറ്റ് തീന്നു പോയി ഉസ്താദേ. ഉസ്താദ് ഒരു വേള ആ കടം തന്നോണ്ടൊട്ട മുണ്ടിയേണ്ട് കണ്ടെങ്കിൽ നക്കിനിയും അവന് ടൈം പോസ്റ്റ് പോനാക്കി തരുവാ, നീട്ടി തരുവാ. പക്ഷേ ഉസ്താദിട്ട ചൊല്ല ഉനക്ക് വല്ലാത്ത പേടിയാണ്. കാരണം നാണത് ചൊന്നെങ്കിൽ ഉസ്താദ് ആക്കുവാറ്. ആക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഉസ്താദ് ഈത്തികാഫല്ലേ മസ്ജിദുൻ നബവിയിൽ വെച്ചിരേ, ആ ഈത്തികാഫ് ഉസ്താദ് നഷ്ടപ്പെടില്ലേ? അതിരെ പേടിയിൽ എനക്ക് ചൊല്ലുക പേടിയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൗഡ്രയിച്ചില്ലേ, ആ മനുഷ്യരുടെ കൈ പിടിച്ചില്ലേ. എന്നിട്ട് മഹാൻ ആ പള്ളിയുടെ ഒരു ഭാഗത്തിലുള്ള ഖബർ ഷരീഫ് കാട്ടിട്ട് ചെന്നില്ലേ, സമിഅതു മിൻ സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കടെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത് ഞാൻ കേട്ട. അതേ, ഒരു മനുഷ്യരുടെ ആവശ്യത്തിന് വേനായി നടക്കുന്നതും ഈ നണ്ട പള്ളിയിൽ 10 തിങ്കൾ ഇത്തികാഫ് വെക്കുന്നതും ഏറ്റവും മഹത്വം ഒരു മനുഷ്യരുടെ ആവശ്യത്തിൽ നടന്നു കൊടുക്കുന്നതാ. ആ മനുഷ്യരുടെ കൈ പിടിച്ച് നടന്നിട്ട് ആ കടം തന്ന ആളുട്ടേക്ക് സമയം നീട്ടുക ചെന്നു, അയാൾ നീട്ടിക്കൊടുത്തു. എല്ലാ മഹാന്മാരെ ചരിത്രത്തിൽ ഇതാണ് കണ്ടേ. ഈ പാരമ്പര്യമാണ് ഞങ്ങളെ ഉലമാ സ്വീകരിച്ചിരേ.
ആ ഉലമാ നടത്തിയ പ്രസ്ഥാനമാണ് ഞങ്ങളെ SSF, ഞങ്ങളെ KMJ, ഞങ്ങളെ SYS-ഉം SJM-ഉം SBS-ഉം. ഓ മുഅ്മിനീങ്ങളെ, ഒരു റായത്തിൽ ഫിത്നാക്കുകല്ലായി സംഘടന റായത്തിൽ നല്ല സീക്കിൽ പ്രയാസപ്പെട്ട ആൽമാറുള്ളാർ, വല്ലാത്ത പ്രയാസം അനുഭവിക്കട പാവത്തങ്ങ ഉള്ളാർ. അങ്ങളെ അതേ കഷ്ടങ്ങ അറിയിടതും സഹായിക്കടതും അങ്ങുബേനായി ഓടി നടക്കട ഏറ്റവും വലിയ ഇബാദത്ത് എടുക്കുകയാണ് ഞങ്ങളെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടുള്ളേ. അല്ലാഹു കബൂലാക്കട്ടെ. ഓ മുഅ്മിനീങ്ങളെ, വെറും ഞങ്ങളെ ഒത്തുകു മാത്രം ചോരിട്ടെങ്കിൽ മയ്യാ, ഞങ്ങളെ മക്കങ്ങ മാത്രം തിണ്ടെങ്കിൽ മയ്യാ. ഞങ്ങളെ ഒത്തുകും ചോരിടലോട് കൂടെ നിർബന്ധമാണത്, മക്കു ചോരിടകു നിർബന്ധമാണത്. അതിനപ്പുറമുള്ള നിരക്കരുടെ നോക്കണ്ടേ, ഞങ്ങളെ റായത്തങ്ങളെയും നോക്കണ്ടേ. സർവമഹാന്മാരും പടിപാടി തന്ന തെരുവല്ലേ അത്. അപ്പോഴല്ലേ ഞങ്ങളെ ഈമാൻ പരിപൂർണമാവിടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയല്ലേ ഞങ്ങൾ പടിപാടി തന്നരേ. അതുകൊണ്ട് ഓ നന്റെ പ്രവർത്തകന്മാരെ, നന്റെ പലക്കം നിപ്പാട്ടിയോണ്ടുള്ള ഞങ്ങളെ ഈ പ്രവർത്തനമുണ്ടല്ലേ നിത്യമായി നടക്കണു. ഇത് ഇന്നലെ നാളെ സ്റ്റോപ്പാവുള്ളതല്ല. കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും പ്രവർത്തിച്ചില്ലേ, എത്ര വലിയ ആലിമും ഖ്വാജയും ഔലിയാവും പ്രവർത്തിച്ചില്ലേ. നാണ് കേക്കട്ട, നവ്വ മഹദി ഇമാം എപ്പോഴാണ് പണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നില്ലേ, ലാ യഖ്റുജുൽ മഹദി, ഇമാമുന മഹദി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടല എവിടുത്തോലു ഹത്താ യസൂല മുൽക്കുൽ അറബി, അറബ് ലോകത്തെ അധികാരം നഷ്ടപ്പെടുത്തോലു ഈ ലോകത്ത് മഹദി ഇമാം പ്രത്യക്ഷപ്പെടില്ല. എന്തയാണ് അതിനർത്ഥം? ഞങ്ങൾ ടിക്കവും മയനീസും അതേ കുബൂസും തിണ്ടോണ്ടിക്കുമ്പോ മഹദി ഇമാം പണ്ടില്ല. മുഅ്മിനീങ്ങളെ, വല്ലാണ്ട ത്യാഗം കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴാണ് മുഅ്മിനീങ്ങളുടെ വലിയ സാന്ത്വനമായിട്ട് മഹാനായ ഇമാമുന മഹദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടേ. ലോകത്ത് കഴിഞ്ഞു പോയ മുഅ്മിനീങ്ങളൊന്ന് നോക്കൂ, സുൽത്താനുൽ ഹിന്ദിലെ ചരിത്രം ഒന്നെടുത്തു നോക്കൂ. പറമ്പാതെ ബേണായ പോലത്തെ ഡ്രസ്സിങ് ഇല്ല, തലക്കാണിയായി വെച്ചോണ്ടിന്ന് അവിടെ കുട്ടിയോണ്ടിന്ന് ധോണി അതേ തൊണ്ണയാണ് മുഅ്മിനീങ്ങളെ. എന്നിട്ട് ഇന്ത്യ മൊട്ടാകെ നടന്നില്ലേ, അതേ പാപത്തോകുള്ള കഞ്ഞിയുടെ വ്യവസ്ഥമാക്കി കൊടുത്തില്ലേ. സ്വന്തം ഇടുകു ഡ്രസ് ഇന്നില്ലെങ്കിലും പാപത്തങ്ങളുടെ ഭാഗ്യ വല്ലാത്ത കേരെടുത്തില്ലേ. ലോകത്ത് കഴിഞ്ഞു പോയ സകല മഹാന്മാരും ചിന്തിച്ചത് ഈ ഉമ്മത്രയാണ്, ആ ഔലിയായുടെ തെരുവാണ് ഞങ്ങൾ സ്വീകരിച്ചേ, ഞങ്ങളുടെ സംഘടന ആക്കിയോണ്ടുള്ളേ. അതുകൊണ്ട് ഈ പ്രവർത്തനം നിൽക്കുള്ളതല്ല, പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾ മരിക്കുക സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 150 വർഷം ദഅവത്താക്കിയ നേതാവാണ് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. മഹാൻ ചൊന്നില്ലേ, ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ, ജാവും പോലും വ്യത്യാസമില്ലാണ്ട് ഊണും ഉറക്കും വൈവാക്കിട്ട് നാണ് ആൽമാരെ ദീനിക്ക് വിളിച്ച. പക്ഷേ കിട്ടിയ ആൽമാരെത്രയാണ്? വെറും 80 ആൽമാർ മാത്രമാണ്. വെറും 80 ആൽമാർ മാത്രം മുസ്ലിമീങ്ങായിട്ട് വന്ന്. എത്ര വർഷം പ്രവർത്തിച്ച? 150 വർഷം. സുബ്ഹാനല്ലാഹ്. ഒരു വർഷത്തെ കണക്കെങ്കിലും 150 ആൾ വേണ്ടേ? വർഷത്തെ കണക്ക് 150 വർഷം പ്രവർത്തിച്ചിട്ട് ആ മനുഷ്യ കിട്ടിയ നേതാ അനുയായിങ്ങ എത്ര? 80 അനുയായിങ്ങ. സുബ്ഹാന ജല്ല ജലാലു. നിപ്പാട്ടിത്ത ഇല്ല. പ്രവർത്തനത്തോടുകൂടെ പ്രവർത്തനയാണ് നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയത്. അതുപോലെ ദീർഘകാലം ഒരു പ്രവർത്തനം നടത്തിയ ഒരു നേതാവും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഞങ്ങൾ മാതിരിയാണ്. മീറ്റിംഗിൽ അപസ്വരങ്ങ പറയുമ്പോൾ, പ്രോബ്ലം അങ്ങ് പറയുമ്പോൾ, എന്തെങ്കിലും മീറ്റിംഗിൽ ആരെങ്കിലും ഞങ്ങളെ മേൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ആക്ഷേപങ്ങാക്കുമ്പോൾ, തമാശങ്ങാക്കുമ്പോൾ വിട്ടുപോകുള്ളതല്ല ദീന്. നൂഹ് നബി അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് പിറാന്താണ്ട് വിളിച്ചാറ് അയാളെ. പിറാന്താണ്. ഇതിനാണ്ട് അപ്പുറം എന്തല്ലോ ഞങ്ങളാരും പിറാന്താണ്ട് വിളിച്ചിട്ടില്ല. ഒരു നബിയായ ആളെ പിറാന്താണ്ടാണ് വിളിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ഞങ്ങളെ സദസ്സ് മതകഥങ്ങൾ വന്നുകൊണ്ടുണ്ടോ? ഈ റായത്തെയും പരിസരത്തെയും വലിയ ആശാകിരണവും മുഅ്മിനീങ്ങളെ വലിയൊരു പിരിസപ്പെട്ട തങ്ങളും എല്ലാരെയും സമസ്യങ്ങൾ കേട്ട് പരിഹാരാക്കടെ ഒരു നേതാവും കൂടിയാണ്. അൽഹംദുലില്ലാഹ്. സദസ്സുക വന്നുകൊണ്ടുണ്ട്. അല്ലാഹു തആല മതകഥങ്ങൾക്ക് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നല്ല ഹിമ്മത്തുങ്ങ കൊടുക്കട്ടെ.
സാദാത്തിങ്ങളെ സാന്നിധ്യം ഞങ്ങളെ മജ്ലിസിക്ക് വലിയ ബർക്കത്തും സന്തോഷവും ഇസ്സത്തും തന്നുകൊണ്ടുണ്ട്. അല്ലാഹു ഈ സാദാത്തിങ്ങളുടെ നേതൃത്വം നമ്മൾ നിലനിർത്തി തരട്ടെ. പലക്കം നിപ്പാട്ട അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ചൊന്നില്ലേ, അബൂ സഈദ് നീനൊരു മറുഭൂമിയിൽ പെട്ടേണ്ട കണ്ടെങ്കിൽ നിസ്കാരത്തെ ടൈം ആയിത്തീണ്ട് കണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കണം. എങ്ങനെ ബാങ്ക് കൊടുക്കണം? മെല്ലല്ല, ആരാറുമില്ലാത്ത മറുഭൂമിയിൽ ജോറ് ബാങ്ക് കൊടുക്കണം. ജോർ എന്തിക്ക് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, നിന്റെ ബാങ്ക് മനുഷ്യന്മാർ കേൾക്കില്ല, നീ നോക്കണ്ട. നീന് ബാങ്ക് വിളിക്കുമ്പോയ്ക്ക് സാക്ഷിയായ കല്ലുങ്ങ മുള്ളുങ്ങ മറങ്ങ എല്ലാം നാളെ ആഖിറത്തിൽ നിക്ക് പരമായി സാക്ഷി നിക്കട് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊരു ബാങ്ക് കൊടുക്കുമ്പോൾ ഒരാളുകളുടെ പവറാണ് ചെന്നിട്ടുള്ളത്. ഞാൻ കേൾക്കട്ടെ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ റായത്തിൽ ഒരു സംഘടന ഉണ്ടാവുമ്പോൾ അതൊക്കെ തുടക്കം കുറിച്ച് ആൽമാരൊരു അവസ്ഥ നിങ്ങൾ നോക്കൂ. ഉണ്ടെങ്കിൽ ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടിക്കുവാർ. ആ മക്കൾക്ക് ജന്മം കൊടുത്ത ഉമ്മമാർ, അങ്ങളബ്ബമാർ മരണപ്പെട്ടു പോയിട്ടിക്കുവാർ. அவங்க എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ. അങ്ങളെ മക്കം കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങളെ കൊണ്ട് ഒരു പ്രവർത്തകം ഉണ്ടാവുമ്പോൾ ആ പ്രവർത്തകനിലൂടെ 5 പ്രവർത്തകനാണ് ഉണ്ടാവിടെ. ഈ 5 പ്രവർത്തകന്മാരിലൂടെ 10 ആ 10 പോയിട്ട് 20 അവന് ചിലപ്പോൾ ജില്ലക സ്റ്റേറ്റുക എത്തിയിട്ട് ഒരു വലിയൊരു സമുദായത്തെ ഉണ്ടാക്കുകയും വളർത്തുകയും ആളായിത്തീരുമ്പോൾ അത് കാരണമായി ഞാൻ പാട്ട് ചെന്നതുപോലെ 1000 ആൽമാറാണ് സൃഷ്ടി അവിടെ, 10,000 ആൽമാറാണ് സൃഷ്ടി അവിടെ, 1 ലാഖ് ആൽമാറാണ് സൃഷ്ടി അവിടെ. ആ 1 ലാഖ് ആൽമാർ ഖുർആൻ ഓതുമ്പോ അല്ലെങ്കിൽ 10,000 ആൽമാർ ഖുർആൻ ഓതുമ്പോ സുബ്ഹാനല്ലാഹ് ആ ഉമ്മക്ക് അറിയാണ്ട് സവാബങ്ങ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ? ആ അബ്ബക്ക് അറിയാണ്ട് സവാബങ്ങ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ? അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പ്രവർത്തകന്മാരെ പെടുത്തിട്ട് അൽഹംദുലില്ലാ. നീ ആലോചനാക്കി നോക്കും, ഒരു ബാങ്കുകളുടെ പവർ ഇത്ര മാത്രാണ്ട് കണ്ടെങ്കിൽ ഒരു പ്രവർത്തകരുടെ പവറാണെന്ന് ആ ചെന്നുകൊണ്ടില്ലേ. അതുകൊണ്ടാണ് താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ദർസെടുക്കുന്ന ഇടക്ക് പോലും സമ്മേളനം മിസ്സാക്കലില്ല, അതേപോലെ മുഷാവറത്തെ മീറ്റിംഗ് മിസ്സാക്കലില്ല. എന്തേ കാരണം? താജുൽ ഉലമക്ക് ശിഷ്യന്മാരില്ലാത്തത് കൊണ്ടാ? അല്ല, ശിഷ്യന്മാർ ഇഷ്ടം പോലെ ഉള്ളാർ. പക്ഷെ ഒരു സംഘടനക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ താജുൽ ഉലമയുടെ പേരിൽ നടക്കുന്ന യാസീനിങ് എത്ര വർഷം സുബ്ഹാനല്ലാഹ്. 1 യൂണിറ്റാ? ഗോളിപ്പടപ്പ് യൂണിറ്റ് മാത്രമാ? സജിപ്പ യൂണിറ്റ് മാത്രമാ? ഒരു മെൽക്കാർ യൂണിറ്റ് മാത്രമാ? എത്ര യൂണിറ്റ് ആണ് താജുൽ ഉലമയുടെ പേരിൽ യാസീനോദര്? കർണാടകത്തിൽ മിനിമം 1 അല്ലെങ്കിൽ 1000 യൂണിറ്റ് യാസീനോദുമ്പോ ഒരു 10 തഹ്ലീലിങ് ചൊല്ലുമ്പോ താജുൽ ഉലമയുടെ അക്കൗണ്ടിൽ പോകേണ്ട യാസീനിങ് എത്ര? 1000 യാസീനുകൾ. എത്ര? വെറും 10 മിനിറ്റ്സിലാണ് പോണ്ടേ. മുഅ്മിനീങ്ങളെ, സംഘടന കൊണ്ട് ഉണ്ടാവുന്ന നേട്ടമാണിത്. ഇത് താജുൽ ഉലമാകു മാത്രമല്ല, സംഘടനക്ക് പ്രോത്സാഹിപ്പിക്കടെ, പ്രവർത്തിക്കടെ, അങ്ങളെ ഉമ്മകും അടക്കം ഇതിന്റെ ഫലം കിട്ടിയോണ്ടുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തിട്ട്. അതുകൊണ്ടാണ് വലിയ ഹൈറാത്തുക സമ്പാദിക്കുക. സംഘടന ഇല്ലെങ്കിൽ മൊയിലാരെ നമുക്ക് കൂലി കിട്ടില്ലേ? അതാറ് ചെന്നിട്ടില്ലേ? കിട്ടു അവിടെ കിട്ടുന്നത് ഞങ്ങളത് മാത്രമാണ്. സംഘടനകൾ കൂടുമ്പോൾ 1,00,000 ആൽമാറാണ് ഞങ്ങളെ മേൽ തഹ്രീർ ചൊല്ലേ. 1,00,000 ആൽമാറാണ് ഞങ്ങളെ പേരിൽ യാസീൻ ഓതലാണ്. കേക്കട്ട മുഅ്മിനീങ്ങളെ, ആറുള്ളാറ് ഖബറിൽ അമലങ്ങൊക്കെ ചൊരിക്കും. മരിച്ചിട്ട് എത്ര വർഷമായി തബ്ബ? ഖബറിനെ മുട്ട പോയിട്ട് 10 മിനിറ്റ് പോലും നിൽക്കുക ടൈം നോക്കിണ്ടില്ല. സംഘടനയിൽ ഞങ്ങൾ ഒരു വേള പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയിട്ട് കണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങളെ മരണമെല്ലാം ഈമാൻ സലാമത്താക്കി തരട്ടെ. മരിച്ചു പോയാണ്ട് കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ഞങ്ങളെ ഖബറിനെ മുട്ട വന്നിട്ട് 6 മോദനുണ്ട് എന്തില്ല. ഗോളിപ്പടുപ്പ് യൂണിറ്റിൽ 1000 തഹ്ലീൽ ഇങ്ങനെ നടക്കട്, ഉള്ളാരത്തിൽ 1000 തഹ്ലീൽ നടക്കട്, മൈക്കാലത്തിൽ ബേരമേൻ നടക്കട്, കൃഷ്ണാപുരത്തിൽ ബേരമേൻ നടക്കട്, മിത്തൂരിലും പുത്തൂരിലും ഉപ്പിനങ്ങാടിയിലും ബെൽത്തങ്ങാടിയിലും ഓരോ യൂണിറ്റിലും ഒരു പ്രവർത്തകന്മാരെ പേര് ചെന്നിട്ടു സംഘടനാ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ എന്നിട്ട് ദുആർക്കുമ്പോ മുഅ്മിന്റെ ഒരു ദുആയെങ്കിലും സ്വീകരിക്കപ്പെടാണ്ടിക്കല. ആ ഒരു ദുആയുടെ സ്വീകാര്യം കാരണം കൊണ്ട് ഞങ്ങൾ ആഖിറം രക്ഷപ്പെട്ടു പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, അത് കേന്ദ്ര വേണം. എൻ്റെ പ്രവർത്തകന്മാരുടെ ഞാൻ അവസാനമായിട്ട് ഒരു പലക്ക നിപ്പാട്ട നല്ല ഇഖ്ലാസ് ഈ വിഷയത്തിൽ നമുക്ക് വേണം. പ്രവർത്തനത്തിൽ നല്ല ഇഖ്ലാസ് വേണം. പോസ്റ്ററും സ്റ്റാറ്റസുകളുടെ പ്രവർത്തനം ആവുക തീരാൻ ഞങ്ങളത്. അള്ളാഹു കാണ്ട ചൊല്ല നല്ല ബോധം നമുക്ക് വേണം. ഐക്യവേനായിട്ട് മാത്രം പ്രവർത്തിക്കും. ഇഖ്ലാസിന്റെ ಬಗ್ಗೆ മഹാന്മാർ പടിപാട്ടി തന്നത് അതൊരു പൊയ്യൽ നടന്നു പോലത്തെ വിഷയമാണ്. പൊയ്യൽ നടന്നെങ്കിൽ
സൗണ്ടാവില്ല. പുയൽ നടന്ന് അച്ചിങ്ങയ്ക്കിട അവിടെ അല്ല, പുയൽ നടന്ന് അങ്ങനല്ല ഉസ്താദ്, നടന്ന് അച്ചിങ്ങയ്ക്കിട് സൗണ്ടിക്കിട. അതേപോലെ ഞങ്ങൾ പ്രവർത്തിച്ചതിരെ അടയാളം കൂടെ കാണണം. കുറെ ടൊപ്പിട്ട ബാലക്കാർമാരുണ്ടാവണം, താടി വെച്ച ബാലക്കാർമാരുണ്ടാവണം. ഞങ്ങളെ കൊണ്ട് ഖുർആൻ ഓതരെ, സൂറത്തുൽ മുൽക്ക് ഓതരെ, സൂറത്ത് യാസീൻ ഓതരെ, സൂറത്തുൽ വാഖിയ ഓതരെ, സൂറത്ത് സജദ ഓതരെ ഒരു 5-10 ബാലക്കാർമാർ ഉണ്ടായാറുണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ആഖിറത്ത് കഥമായി. നിന്റെ പേരിൽ എവിടെ പറഞ്ഞിട്ട് എന്തില്ല, ഫോട്ടോയിൽ ഞാൻ കാണലേ ഇല്ല. നക്കർ സംഘടന യൂണിറ്റില, സെക്ടറില, ഡിവിഷനില എവിടെ പോസ്റ്റ് ഇല്ല. ഓക്കെ, ഒരു തൊന്തരയില്ല. അള്ളാഹുടെ മുന്നിൽ വലിയൊരു പോസ്റ്റ് നിങ്ങൾ കിട്ടിയിട്ടായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ. നല്ല ഇഖ്ലാസ് നമുക്ക് വേണം. അതോടുകൂടെ ഇനൊന്നും നാ ചൊന്നിട്ടുള്ളേ, ആരെയും താന്ന് കാണുക നണ്ട സംഘടന ഇനൊരു സംഘടന എങ്ങനത്തോനാവട്ടെ ആ രായത്തിലെ ഏറ്റവും വലിയ ഡ്രഗ്സ് പെഡ്ലർ കമന്റ് അടിക്കുക തീരണ്ട ಬಗ್ಗೆ ആരവസ്ഥ ഏത് ടൈമിലും എന്തുമാവുള്ള സാധ്യത ഉണ്ട്. ആ കാലത്തിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അസ്ബഹ മുസ്ലിമാ വഅംസാ കാഫിറാ, മുസ്ലിമായി സുബഹി എഞ്ചി ബ്രഷാക്കി നിസ്കരിച്ച മനുഷ്യ അസറാവുമ്പോ അവന്റെ ഈമാൻ പോയിട്ടാണ് വാർത്ത കേക്കിടേ, അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടാണ് വാർത്ത കേക്കിടേ. ബൽഅം ഇബ്നു ബഅൂറ ചരിത്രം മറക്കാത്ത പണ്ഡിതനാണ്, അർശ് നോക്കി ക്ലാസ് എടുത്തോണ്ടിന്ന മഹാനാണ്. പക്ഷേ അയാളെ ക്ലാസ് ಬಗ್ಗೆ ആൽമാർ ചൊന്നുപോയാറ് 12,000 ഇങ്ക് ബോട്ടിൽ വെച്ചിട്ട് എഴുതിയെങ്കിൽ പോലും തീരാതത്ര ഇൽമാണ് അയാൾ ദർശെടുത്തെങ്കിൽ ചൊല്ലലുള്ള മാറ്ററുങ്ങ. പക്ഷേ അവസാനം ഈമാനില്ലാണ്ട് മരിച്ചുപോയി താ മനുഷ്യ. സുബ്ഹാനല്ലാഹ്, 40 വർഷം ഒരു പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആള്, 30 വർഷം ബാങ്ക് കൊടുത്ത ഇളങ്ങമൂത്തങ്ങമാർ. സുബ്ഹാനല്ലാഹ്, മരിക്കുകയാവുമ്പോ അങ്ങളെ മുന്നിൽ പോയി ഖുർആൻ കൊടുക്കുമ്പോ അങ്ങ ചൊന്ന പല കൊണ്ട് തറക്തു ഹാദൽ മുസ്ഹഫ, ഈ മുസ്ഹഫുടെ നാണ് വലിച്ചെറിഞ്ഞിട്ട് എത്ര മാട്ടയുമായി പോയിട്ട്. 40 വർഷം ബാങ്ക് കൊടുക്കലല്ല ക്രെഡിറ്റ്, 30 വർഷം ബാങ്ക് കൊടുക്കലല്ല ക്രെഡിറ്റ്. ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ട് മുഅ്മിനീങ്ങളെ. എന്തേ കാരണ? ആ 2 മൂത്തങ്ങമാരെ ലോണ് ചൊന്തു കഅബ ശരീഫുടെ മുന്നിലാണ് ഒരു മഹാന്റെ മുന്നിൽ ചൊല്ലെ, ഓ മുസ്താദേ 2 മൂത്തങ്ങമാരും ഈമാനില്ലാണ്ട് ചത്ത അവസ്ഥയാണ് നാണ് കണ്ട്. അതുകൊണ്ട് നണ്ട ഭാഗ്യ വല്ലാത്ത പേടിയുണ്ട് നക്ക്. ആ മഹാൻ തിരിച്ചു കേട്ടില്ലേ? എന്തിനാണ് അങ്ങനത്തെ ഒരു സ്വരം ആ 2 മുഅദ്ദിനീൻ എടുത്തോണ്ടിന്നേ? സുബ്ഹാനല്ലാഹ്, ആയലൗനായ മനുഷ്യൻ ചൊന്നില്ലേ, വെറും ഒരു സില്ലിയായ ദോഷമാണ് ആക്കിക്കൊണ്ടിന്നേ. ഏത് ദോഷമാണ്? എല്ലാ നാളും പള്ളിയുടെ പുറത്ത് വന്ന് അന്യ പെണ്ണ് പോണ്ടത് നോക്കുക, അതിലൊരു മടിയും ആകില്ല. ഓ മുഅ്മിനീങ്ങളെ, കണ്ണുകൊണ്ട് ചെറിയ ഹറാമാണ് കണ്ടേ, ഒരു അന്യ പെണ്ണിടെ നോക്കുടെ സ്വരമാണാക്കിയേ. പക്ഷേ മരിക്കുന്ന ടൈമിൽ ഈമാൻ കിട്ടിയില്ല. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. സംഘടനയിൽ പ്രവർത്തിച്ചത് കൊണ്ട് കാര്യമായില്ല, ബാങ്ക് കൊടുത്തത് കൊണ്ട് കാര്യമായില്ല, ഖുർആൻ ഓതിയത് കൊണ്ട് കാര്യമായില്ല. ചെറിയ ചെറിയ തപ്പുരുള്ള സില്ലീനസില്ലേ, കെയർലെസ് ഇല്ലേ, ആ കെയർലെസ് ഞങ്ങളെ ഈമാൻ പോലും ഊരിയെടുക്കൂ. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അതുകൊണ്ട് രണ്ട് ഉമ്മമാരെ, ഞങ്ങളെ മക്കളെ വളർത്തണു. ഞങ്ങൾ മുന്നിൽ പറഞ്ഞിട്ട് എന്തില്ല, ഞങ്ങളെ മക്കളെ സംഘടനാ പ്രവർത്തകന്മാരാക്കണു ഒന്ന്, അല്ലെങ്കിൽ കുൻ ആലിമാ, നബി തങ്ങൾ നിർദ്ദേശിച്ചതുപോലെ നല്ല ആലിമീങ്ങളാക്കണു. തീരില്ല മുതഅല്ലിമാ, നബി തങ്ങൾ ഇഷ്ടപ്പെട്ട 2ാമത്തെ വിഭാഗമാണ് പഠിക്കിട മക്ക. മുതഅല്ലിമെങ്കിലും ആക്കണു. തീരില്ലേ ഔ മുസ്തമിആ, നല്ല നല്ല മജ്ലിസുകൾ പോണ്ട്, അവിടെ ഉപദേശങ്ങൾ കേൾക്കിട മക്കങ്ങാക്കി തീർക്കണു. അതുക്കും തീരില്ലേ ഔ മുഹിബ്ബാ, ആലിമീങ്ങളെയും സാദാത്തുകളെയും ഇഷ്ടപ്പെട്ട മക്കങ്ങാക്കി ഞങ്ങളെ വളർത്തണു. വലാ തകുൻ ഖാമിസാ, 4 ഗുണമില്ലാത്ത മക്കങ്ങായി ഒരു 5ാമത്തെ ഗുണത്തെ മക്കം വേണ്ട ചെന്നിട്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നാനുണ്ട് ചൊന്നില്ലേ ഞങ്ങൾ നിസ്കരിച്ച ഓരോ നിസ്കാരത്തെയും സവാബ് ഇമാമുന ശാഫഈ ചൊല്ലുന്ന ഏറ്റവും വലിയ ഇമാമുടെ ഹളറത്തുക്ക് പോയോണ്ടുണ്ടു. നാണ് സലാമു ചൊല്ലുമ്പം, നാണ് തക്ബീറത്തുൽ ഇഹ്റാമു ചൊല്ലുമ്പം, നാണ് കൈകെട്ടുമ്പം ഓരോ ഇബാദത്തെയും ഫലം മഹാന് കിട്ടിയോണ്ടുണ്ടു. ഓ മുഅ്മിനീങ്ങളെ, ആ ശാഫഈ ഇമാമുടെ അത്രയും വലിയ ഇമാമാക്കി വളർത്തിയ ഉമ്മാരാണ്. എത്ര വലിയ കഷ്ടത്തിലാണ് ആ ഉമ്മ ഷാഫി ഇമാമുടെ പടിപ്പാട്ടൊക്കെ എടുത്തിയേ. എത്ര വലിയ പ്രയാസത്തിലാണ്. ബാപ്പ മരണപ്പെട്ടു പോയപ്പോ പോലും വിധവയായ ആ ഉമ്മ സുബ്ഹാനല്ലാഹ് ഷാഫി ഇമാമുടെ വല്ലാണ്ട് നോക്കിയില്ലേ, പഠിക്കുക പ്രോത്സാഹിപ്പിച്ചില്ലേ. ഇണ്ട് ഷാഫി ഇമാമുടെ അക്കൗണ്ട് ഓരോ അമലുങ്ങം പോകുമ്പോ അറിയാണ്ട് അവർത്ത് കിടക്കിട ഉമ്മയുടെ അക്കൗണ്ടും അമലുങ്ങ പോയോണ്ടുണ്ടു. ആ ഉമ്മമാരെ കൂട്ടത്തിൽ ഞങ്ങപ്പെടണു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളെ മക്കളെ നല്ല സംഘടനാ പ്രവർത്തകന്മാരാക്കണു. എന്തുകാണ്? ആഖിറം രക്ഷപ്പെടുകയാണ്. പേരുകല്ല, സ്ഥാനത്തുകല്ല, മാനത്തുകല്ല. അല്ലാഹു തആല ഞങ്ങളെല്ലാ അമലും കബൂലാക്കട്ടെ. നല്ല ഇസ്സത്ത് ഞങ്ങൾക്ക് വേണു, നല്ല നിഅമത്ത് അല്ലാഹു തന്നറ. പക്ഷേ ഏത് കിട്ടുമ്പം നല്ല പേടിയും ഞങ്ങൾക്ക് വേണു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പേടി പോലെ നിന്റെ പ്രസംഗം ഈ സംഭവം ചൊന്ന് നിപ്പാട്ട മഹാന്മാർ ചൊന്നില്ലേ. 50 വർഷം ഞാൻ അഹ്മദ് ബിൻ ഹംബലിന്റെ കൂടെ കൂടര. ഒരു കാലത്തും ഞാൻ ഇങ്ങനത്തെ ഒരു അമലാക്കി ചെന്ന് നടന്ന ആളല്ല. ഞാൻ ഇത്ര നിസ്കരിച്ച, ഇത്ര ഖുർആൻ ഓതി ചെന്ന് നടന്ന ആളല്ല. ആ മഹാൻ സുബ്ഹാനല്ലാഹ് പലപ്പോഴും ചൊന്നുകൊണ്ടിരുന്നത് ഖൗമു മസാകീൻ, ഞങ്ങൾ മിസ്കീന്മാരായ ആൾമാർ ചെന്നിട്ട് മഹാൻ പലപ്പോഴും ചൊല്ലലുണ്ട്. ഒരു നാൾ സുബ്ഹാനല്ലാഹ് ആ മഹാൻ മാർക്കറ്റിക്ക് പോയിട്ട് കുറെ സാമാൻ ഇങ്ങനെ ഉദ്ദാക്കിക്കൊണ്ട് പറയുമ്പോ ആൽമാർക്ക് ഫസ്റ്റ് കൊന്തില്ലെന്ന്, പിന്നെ കൊന്തായി പോയിട്ട് ഇത് മദ്ഹബുടെ ഇമാം അഹ്മദ് ബിൻ ഹംബലാണ്. എല്ലാ മാർക്കറ്റ് ആൽമാർ ഓടി വന്നാർ, അങ്ങനെ അങ്കടിങ്ങ തുറന്നു വന്നാർ. ആരും സറാക്കുന്നിണ്ടില്ല. എല്ലാവരും മഹാന്റെ മുന്നിൽ കൈ കെട്ടി ചൊന്നാർ, ഓ ഇമാമേ, നിങ്ങളെ എല്ലാ സാധനത്തെ കെട്ടുകം ഞങ്ങ പൊറുക്കുടാ, നിങ്ങൊന്ന് പുട്ടു തരൂ. ഇത് ചൊല്ലലോട് കൂടെ മഹാന്റെ മുഖം അതേ ചോപ്പടിച്ചു പോയിട്ട് കൈക്കാലങ്ങ ബെരക്കൊക്കെ തുടങ്ങിയിട്ട് രണ്ട് കണ്ണിലും വല്ലാത്ത കണ്ണീരങ്ങ പറകു തുടങ്ങിയിട്ട്. എന്നിട്ട് മഹാൻ ചൊന്തു ഞങ്ങ മിസ്കീന്മാരായ ആൾമാരാണ്. ലൗലാ സതറല്ലാഹു ലഫ്തളഹനാ, അല്ലാഹു ഞങ്ങൾ ഐബങ്ങളെല്ലാം മറച്ചു വെച്ചത് കൊണ്ടിട്ട്, ഞങ്ങൾ ഐബങ്ങളെല്ലാം മറച്ചു വെച്ചത് കൊണ്ടിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട ഒരു വേള ഞങ്ങളെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ എത്ര നിസ്സാരമായ ആൾമാരായി പോവന്തല്ലേ. പടച്ച റബ്ബുടെ റഹ്മത്ത് എത്രയാണ്. അതുകൊണ്ട് ആരെയും ചെറുതായി കാണാണ്ട് എല്ലാരെയും നല്ല നിലക്ക് കണ്ടിട്ട് എല്ലാരെയും സംഘടനാ പ്രവർത്തകന്മാരാക്കി തീർക്കുകൊള്ള പ്രവർത്തനം നടത്തുന്നു. ആരട്ടുകയും പകിങ്ങമാ ദ്വേഷങ്ങമാ നഞ്ചിങ്ങമാ കമണ്ടുങ്ങമാടിക്കാണ്ട് ഒത്തൊരുമേൽ പോണ്ടരായമാക്കി ഞങ്ങളെ രായത്തെ തീർക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സംഘടനയ്ക്ക് വേനായി പ്രവർത്തിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പ്രവർത്തിച്ചു പോയ എല്ലാ ആൽമാർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ സംഘടന ആൽമാർക്ക് അല്ലാഹു ഇസ്സത്ത് തരട്ടെ. എല്ലാ കണ്ണേരങ്ങും ദുരന്തങ്ങൾ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ഇതിന് നേതൃത്വമായിട്ടുള്ള സയ്യിദ് മദക്കാ തങ്ങളടക്കമുള്ള ഞങ്ങളെ എല്ലാ സാദാത്യങ്ങൾക്കും അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെ തന്നെ ദീർഘകാലം ദീന്റെ ഖിദ്മത്ത് ഇഖ്ലാസിൽ എടുക്കുകയുള്ള ഭാഗ്യം അല്ലാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ ജസാകുമുല്ലാഹു ഖൈറനിൽ ജസാ.